ശ്രീധരൻ പൊളിഞ്ഞ ജനലഴികളുടെ നേരെ നടന്നു. ഇപ്പോ എങ്ങോട്ട് പോവുക ഏട്ടൻ? അഞ്ജനയെ കാണണം. അർജുൻ തടഞ്ഞു. അരുത്, പോകരുത്, പോകരുത് അങ്ങോട്ട്. അവളുടെ മുന്നിലിട്ട് തന്നെ നിന്നെ. തിരിഞ്ഞു നോക്കാതെ ശ്രീധരൻ പറഞ്ഞു. എന്നാലും എനിക്ക് അവളോട് യാത്ര പറയാണ്ടിരിക്കാൻ പറ്റില്ല. അർജുൻ സ്തബ്ധനായി നിൽക്കുമ്പോൾ അഴികളുടെ വിടവിലൂടെ ശ്രീധരൻ പുറത്തു കടന്നു. ഊർമിളയുടെ നിലവിളി അപ്പോഴും അയാളെ പിന്തുടർന്നിരുന്നു. ശ്രീധരനൻ കൊന്നുവെന്ന വിക്രമിന്റെ സന്ദേശം കിട്ടാൻ അക്ഷമനായി കാത്തിരിക്കുകയായിരുന്നു മാധവൻ തമ്പി. വിക്രം മാത്രമല്ല, യൂസഫ് അലിയും വിളിച്ചില്ല. ഒരു സംഘം ഗുണ്ടകൾ കടത്തുകടവിലേക്ക് കുതിച്ചു. പുഴയിലൂടെ ഒഴുകി നടന്നിരുന്ന കടത്തുവഞ്ചിയും കരയിൽ പാർക്ക് ചെയ്തിരുന്ന കാറും മാത്രമാണ് അവർക്ക് കാണാനായത്. തമ്പി രവിശങ്കറെ വിളിച്ചു. വിക്രമിനെയും യൂസഫിലെയും കാണാനില്ലടോ. ശ്രീധരനെ പറ്റിയും വിവരമില്ല. രണ്ടുപേരെയും കൊന്നിട്ട് അവൻ രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നു. സാരമില്ല, ഞാൻ അന്വേഷിക്കാം. സമാധാനമായിട്ടിരിക്കുക. സൂക്ഷിക്കണം. ഇപ്പോ ശ്രീധരന്റെ മനസ്സിൽ തീ മാത്രമേ ഉണ്ടാവൂ. അവന്റെ ചോര കൊണ്ട് ആ തീ ഞാനാണ് ചോള മുതലാളി. കാലടിയച്ച പോലും ആരും കേൾക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ശ്രീധരൻ അഞ്ജനയുടെ വീട്ടിലേക്ക് ചെന്നത്. ഉമ്മറത്തേക്ക് കയറുന്നതിന് മുമ്പ് ഒരു വട്ടം കൂടി അയാൾ ചുറ്റും നോക്കി. നേരത്തെ നിലാവെളിച്ചത്തിൽ വീടും പരിസരവും ശ്രീധരൻ വ്യക്തമായി കണ്ടു. പ്രതീക്ഷിച്ചതുപോലെ ഗുണ്ടകളോ പോലീസുകാരോ ഇല്ല. എങ്ങും നിറഞ്ഞ നിശബ്ദത. വീടിനുള്ളിൽ ഒരു സീറോ ബൾബിന്റെ വെളിച്ചമുണ്ട്. ഉമ്മറവാതിൽ പൊളിഞ്ഞു കിടക്കുന്നു. അഞ്ജന ജീവനോടെ ഉണ്ടാവണേ എന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ശ്രീധരൻ അകത്ത് കടന്നത്. അവിടെ അഞ്ജന ഉറങ്ങിക്കിടന്നിരുന്നു. ഈ ലോകത്തിലെ ഏതൊരു പെണ്ണിനേക്കാളും സുന്ദരിയാണ് അവളെന്ന് ആ നിമിഷം ശ്രീധരന് തോന്നി. കണ്ണിമയ്ക്കാതെ അവളെ നോക്കിക്കൊണ്ട് സ്നേഹവായ്പോടെ അയാൾ വിളിച്ചു. അഞ്ജനെ. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നതുപോലെ അഞ്ജന കണ്ണു തുറന്നു. ശ്രീധരൻ അവളുടെ അടുത്തേക്ക് ചെന്നു. പലവട്ടം കണ്ണുകൾ ചിമ്മി തുറന്നിട്ടും മുന്നിൽ കാണുന്നത് ശ്രീധരനെയാണെന്ന് അവൾക്ക് വിശ്വസിക്കാനായില്ല. അപ്പോൾ കാതുകൾക്കരികെ വീണ്ടും അവൾ സാന്ത്വനിപ്പിക്കുന്നത് പോലെയുള്ള ആ സ്വരം കേട്ടു. അഞ്ജനെ. അഞ്ജന പിടഞ്ഞെഴുന്നേറ്റു. അവൾ ഉറക്കെ കരഞ്ഞു. പെട്ടെന്ന് അവൾ ശ്രീധരനെ വാരിപ്പുണർന്നു. അയാളുടെ നെഞ്ചിൽ മുഖം ചായച്ച് ഉറക്കെ കരഞ്ഞു. മാപ്പ്, എല്ലാറ്റിനും മാപ്പ്. ഇനി ഒരിക്കലും ഞാൻ ഈ സ്നേഹം വേണ്ടാന്ന് പറയില്ല. കണ്ണീരോടെ അഞ്ജന പറഞ്ഞു. അപ്പോൾ ശ്രീധരന്റെ കഴുത്തിന് പിന്നിൽ ഒരു റിവോൾവറിന്റെ കുഴലമർന്നു. ക്രൂരമായ ചിരിയോടെ രവിശങ്കർ പറഞ്ഞു. മതി ശ്രീധര, ഇനി വിട്ടേക്ക്. അല്ലെങ്കിൽ നിന്നോടൊപ്പം ഇവളെ തീർക്കും ഞാൻ. സിനിമ സ്റ്റൈലിൽ തോക്ക് തെറ്റിത്തെറിപ്പിച്ച് രക്ഷപ്പെടാമെന്ന് കരുതണ്ട ശ്രീധര. ഈ വീട് പോലീസ് വളഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ റൈഫിളുകൾ ഒന്നിച്ച് ശബ്ദിക്കും. പിന്നെ നീ മാത്രമല്ല, നിന്റെ പെണ്ണും ബാക്കിയുണ്ടാവില്ല. പറഞ്ഞതുപോലെ അയാൾ ചെയ്യുമെന്ന് ശ്രീധരന് മനസ്സിലായി. സൂര്യൻ ഉദിച്ചതുപോലെ വീടിന് ചുറ്റും സെർച്ച് ലൈറ്റുകൾ തെളിഞ്ഞു. ആദ്യം കണ്ടപ്പോൾ തന്നെ വല്ലാതെ മോഹിച്ചു പോയി ഈ ഒരുമ്പട്ടോളെ. കാണാൻ കൊള്ളാവുന്ന സുന്ദരി പെൺകുച്ചുങ്ങളെ ആവശ്യം കഴിഞ്ഞിട്ട് ഞാൻ കൊല്ലാറുള്ളൂ. അനക്കമറ്റ് നിൽക്കുമ്പോഴും ശ്രീധരൻ മനസ്സിൽ കണക്ക് കൂട്ടുകയായിരുന്നു. ഒറ്റ ചവിട്ടിന് ഈ നായിന്റെ മോന്റെ കഥ കഴിച്ചാലും പുറത്തുള്ള പോലീസുകാരുടെ കണ്ണു വെട്ടിച്ച് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? ശ്രീധരന്റെ മനസ്സ് വായിച്ചതുപോലെ രവിശങ്കർ ചിരിച്ചു. റിവോൾവർ അനക്കാതെ തന്നെ അയാൾ ഇടതു കൈ കൊണ്ട് അഞ്ജനയെ ബലമായി പിടിച്ചു മാറ്റി. ഇനി ഇവിടെ നടക്കാൻ പോണത് നീ കാണണ്ട ശ്രീധര. ഒറ്റ ബുള്ളറ്റ് കൊണ്ട് തല തെറിപ്പിച്ചേക്കാൻ ഞാൻ. രവിശങ്കറിന് ട്രിഗറിൽ വിരൽ അമർത്താനായില്ല. അതിനു മുമ്പേ പുറം പിളരുമാറ് ഒരു വെട്ട് കിട്ടി. ഉറക്കെ നിലവിളിച്ചുകൊണ്ട് അയാൾ പിന്നോട്ട് തിരിഞ്ഞു. അവിടെ ചോരയൊഴുകുന്ന കൊടുവാളുമായി അഞ്ജന നിൽക്കുന്നത് അയാൾ കണ്ടു. നായിന്റെ മോളെ നീ. പൂർത്തിയാക്കുന്നതിന് മുമ്പ് ശ്രീധരൻ അയാളുടെ കയ്യിൽ നിന്നും റിവോൾവർ പിടിച്ചു വാങ്ങി. മുറ്റത്ത് നിന്നിരുന്ന പോലീസുകാർ കൊടുങ്കാറ്റ് പോലെ അകത്തേക്ക് വന്നു. രവിശങ്കറിന്റെ കൈകൾ പിന്നോട്ട് പിണച്ച് റിവോൾവർ നെറ്റിയിൽ ചേർത്ത് ഇടിവെട്ടുന്നത് പോലെ ശ്രീധരൻ പറഞ്ഞു. ആരെങ്കിലും ഒരടി മുന്നോട്ട് വെച്ച അപ്പ കൊല്ലും ഞാൻ നിങ്ങളുടെ SP-യെ. എന്ത് ചെയ്യണമെന്നറിയാതെ പോലീസുകാർ പരസ്പരം നോക്കി. ഇവരോട് ആയുധം താഴെയിട്ട് വേഗം തിരിച്ചു പോകാൻ പറഞ്ഞേക്ക്, അല്ലെങ്കിൽ തലച്ചോർ ചിതറി നീ ചത്തുപോകും. രവിശങ്കർ വേദനയോടെ പുളഞ്ഞുകൊണ്ട് രവിശങ്കർ പറഞ്ഞു. റൈഫിൾ താഴെ വെച്ച് എല്ലാവരും ഉടനെ ഇവിടെ നിന്ന് തിരിച്ചു പോയിക്കോ. അനുസരിക്കാൻ പോലീസുകാരൊന്നും മടിച്ചു. ശ്രീധരൻ റിവോൾവർ കൊണ്ട് രവിശങ്കറിന്റെ നെറ്റിയിൽ ആഞ്ഞു കുത്തി. ഉൾക്കിടിലത്തോടെ രവിശങ്കർ ഗർജിച്ചു. പറഞ്ഞതനുസരിക്കടാ നായിന്റെ മക്കളെ, അല്ലെങ്കിൽ അവനെന്റെ കഥ കഴിക്കും. റൈഫിളുകൾ താഴെയിട്ട് പോലീസുകാർ പുറത്തേക്കിറങ്ങി. സെർച്ച് ലൈറ്റുകൾ അണഞ്ഞു. ജീപ്പുകൾ സ്റ്റാർട്ടായി. അവസാനത്തെ വാഹനവും പോയി കഴിഞ്ഞപ്പോൾ അടക്കിയ നിലവിളിയോടെ രവിശങ്കർ പറഞ്ഞു. ഇനി എന്നെ കൊല്ലരുത്.
ശ്രീധരൻ രണ്ട് കൈകൊണ്ടും അയാളെ വാരിയെടുത്തു. ചോര വീണ് ശ്രീധരന്റെ ഷർട്ട് നനഞ്ഞു. പുറത്തു കിടന്നിരുന്ന കാറിനടുത്തേക്കാണ് അയാൾ രവിശങ്കറെ കൊണ്ടുപോയത്. ഡ്രൈവിംഗ് സീറ്റിലിരുത്തി ഡോർ അടച്ചുകൊണ്ട് ശ്രീധരൻ പറഞ്ഞു, വേഗം ഹോസ്പിറ്റലിൽ എത്തിയ ജീവൻ രക്ഷിക്കാൻ പറ്റും. അതിനിടയില് വീണ്ടും ഇങ്ങോട്ട് പോലീസുകാരെ വിടരുത്. വിട്ടാ നീ എവിടെയായിരുന്നാലും തേടി വരും ഞാൻ. ആയാസപ്പെട്ട് രവിശങ്കർ സിജുക്കി തിരിച്ചു. ചോര വീണ് കാറിന്റെ സീറ്റ് നനഞ്ഞു. തല കറങ്ങുന്നത് പോലെ തോന്നിയിട്ടും തളരാതിരിക്കാൻ പണിപ്പെട്ടുകൊണ്ട് അയാൾ കാർ ഓടിച്ചു. ശ്രീധരൻ അകത്തേക്ക് ചെന്നു. അവിടെ കയ്യിൽ കൊടുവാളുമായി പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാത്തതുപോലെ അഞ്ജന നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ കരയുന്നില്ലെന്ന് കണ്ടപ്പോൾ അയാൾക്ക് സമാധാനമായി. കൊടുവാൾ വാങ്ങി വലിച്ചെറിഞ്ഞിട്ട് ശ്രീധരൻ പറഞ്ഞു, എന്നെ തേടി ഇനി ഇവിടെ പോലീസുകാർ വരും. ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാലും അവര് വിശ്വസിക്കില്ല. നീ ഊർമിളയുടെ കൂടെ പോയി താമസിക്കണം. അപ്പോ എനിക്ക് സമാധാനാവും. പതിഞ്ഞ ശബ്ദത്തിൽ അഞ്ജന പറഞ്ഞു. അതിന് ഞാൻ ആരുമില്ലാത്തവളല്ലല്ലോ. കല്യാണം കഴിഞ്ഞ പെണ്ണല്ലേ. താലി കെട്ടിയ ആളും ഇപ്പൊ കൂടെയുണ്ട്. പിന്നെന്തിനാ അവയും തേടി പോണത്? ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കരുത്. ഇനി നമുക്കൊന്നിച്ച് ജീവിക്കാൻ പറ്റില്ല. അച്ഛനെയും അമ്മയും കൊന്നവനാന്നും പറഞ്ഞ് ആര് കണ്ടാലും പോലീസിൽ ഏൽപ്പിക്കും. അതിനു മുമ്പ് എനിക്ക് തിരിച്ചു പോണം. അഞ്ജന അടുത്തു ചെന്ന് ശ്രീധരന്റെ കയ്യിൽ പിടിച്ചു. എവിടെ പോയാലും ഞാനും വരും കൂടെ. ശ്രീധരൻ ബലമായി അവളുടെ കൈ തട്ടി മാറ്റി. ഭ്രാന്ത് പറയരുത്. പോലീസ് എന്നെ തേടുന്നത് ജയിലിലേക്ക് കൊണ്ടുപോകാനല്ല, വെടിവെച്ച് കൊല്ലാനാ. ശവം പോലും അവര് നിനക്ക് തന്നൂന്ന് വരില്ല. പറഞ്ഞതനുസരിക്കുക അഞ്ജനെ. ശ്രീധരനോട് ചേർന്ന് നിന്നുകൊണ്ട് അഞ്ജന പറഞ്ഞു, എന്നെ കൂടെ കൊണ്ടുപോകാൻ മനസ്സിലെങ്കിൽ വേണ്ട. പക്ഷേ ഈ വീട് വിട്ട് വേറെ എങ്ങോട്ടും പോകാൻ പറയരുത്. ധർമ്മസങ്കടത്തോടെ ശ്രീധരൻ പറഞ്ഞു. പോലീസ് മാത്രമല്ല, തമ്പിയുടെ ഗുണ്ടകളും തെരയുന്നുണ്ടെന്നെ. കണ്ടുപിടിച്ചാ നിന്നെയും അവർ കൊല്ലും അഞ്ജനെ. സാരമില്ല, അപ്പോഴും കൂടെ ഞാനുണ്ടാവൂലോ. ഒന്നിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്നിച്ച് മരിച്ചൂടെ നമുക്ക്? ശ്രീധരൻ അവളെ തറച്ചു നോക്കി. തീരുമാനിച്ചോ നീ? അഞ്ജന മൂളി. ശ്രീധരൻ മെല്ലെ അവളുടെ കയ്യിൽ കൈയമർത്തി. എന്നാ വാ. മടിക്കാതെ അഞ്ജന ശ്രീധരനോടൊപ്പം മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പോൾ ദൂരെ രണ്ട് തീക്കണ്ണുകൾ കത്തി. ഒപ്പം പേടിപ്പെടുത്തുന്ന സൈറണും കേട്ടു. പോലീസ്! ശ്രീധരൻ അഞ്ജനയും കൊണ്ട് വീടിന്റെ പിന്നിലേക്ക് ഓടി. ഇടതൂർന്നു നിന്നിരുന്ന കാട്ടുതാളുകൾക്കിടയിലൂടെ അവരൊന്നിച്ച് മുന്നോട്ട് കുതിച്ചു. ഓടുന്നതിനിടയിൽ ശ്രീധരൻ തിരിഞ്ഞു നോക്കി. വീടിന് ചുറ്റും സെർച്ച് ലൈറ്റുകളുടെ പ്രഭാപൂരം. വിവിധ വാഹനങ്ങളിൽ നിന്നും കുതിച്ചിറങ്ങുന്ന ആയുധധാരികളായ പോലീസുകാർ. ഗുണ്ടകളുടെ പടവയറെ രവിശങ്കർ ചതിച്ചുവെന്ന് ശ്രീധരന് മനസ്സിലായി. ഒട്ടും സമയം കളയാതെ അവർ കടത്തുകടവിലേക്ക് ഓടി. അവിടെയും എക്സ്റേ കണ്ണുകളുമായി പോലീസുകാർ കാത്തു നിന്നിരുന്നു. ഏതു നിമിഷവും വെടിയേറ്റ് മരിക്കുമെന്നറിഞ്ഞിട്ടും ശ്രീധരൻ പതറിയില്ല. അയാൾ അഞ്ജനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശിവൻകോവിലിന് പിന്നിലേക്ക് തിരിഞ്ഞു. വീതി കുറഞ്ഞ വഴി ചെന്ന് അവസാനിച്ചത് കുളിക്കടവിലായിരുന്നു. പുഴയിലേക്കുള്ള കൽപ്പടവുകൾ ഇറങ്ങിക്കൊണ്ട് ശ്രീധരൻ ചോദിച്ചു, നീന്താൻ അറിയോ നിനക്ക്? കിതച്ചുകൊണ്ട് അഞ്ജന പറഞ്ഞു, അറിയാം, പക്ഷെ ഒരുപാട് ദൂരം പോകാൻ പറ്റില്ല. രക്ഷപ്പെടാൻ വേറൊരു മാർഗവുമില്ല. പുഴയിൽ ഒരു അനക്കം കേട്ടാ അപ്പൊ വെടിവെക്കും പോലീസ്. അഞ്ജന ശ്രീധരന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. സാരമില്ല, എന്നാലും ഒന്നിച്ചു മരിക്കാമല്ലോ നമുക്ക്. അഞ്ജനയും കൊണ്ട് ശ്രീധരൻ പുഴയിലേക്ക് ഇറങ്ങി. അപ്പോൾ ഡിവൈഎസ്പി ഹരിപ്രസാദ് കാരോത്തുകുഴി ഹോസ്പിറ്റലിലുള്ള രവിശങ്കറെ വിളിച്ചു. ആ പെണ്ണിനെയും കൊണ്ട് ശ്രീധരൻ രക്ഷപ്പെട്ടു സർ. രവിശങ്കറിന് രോഷമടക്കാനായില്ല. കൂടെ ഈ ടൗണിലെ മുഴുവൻ പോലീസ് ഉണ്ടായിട്ടും അവര് രക്ഷപ്പെട്ടു എന്ന് പറയാൻ നാണമില്ലേ നിനക്ക്? ഓരോ വീടും അരിച്ചു പെറുക്ക്. വേണമെങ്കിൽ ഉളിയന്നൂരും പരിസരം ഇടിച്ചു നിരത്തിക്കോ. ആരെ വേണമെങ്കിലും കസ്റ്റഡിയിലെടുത്തോ. എത്ര ശവം വീണാലും വേണ്ടില്ല. പോലീസ് നരനായാട്ട് തുടങ്ങി. കണ്ണിൽ കണ്ടവരെ മുഴുവൻ അവർ തല്ലിച്ചതച്ചു. ഒരു ഗ്രാമം അങ്ങനെ ഉഴുതുമറിച്ചുകൊണ്ടാണ് ഹരിപ്രസാദ് അരിശം തീർത്തത്. ശ്രീധരനെയും അഞ്ജനയും എങ്ങും കണ്ടില്ല. കൊല്ലാനുള്ള കലിയോടെയാണ് തമ്പി രവിശങ്കറെ വിളിച്ചത്. അയാളെ ലൈനിൽ കിട്ടിയപ്പോൾ ഗർജിക്കുന്നത് പോലെ തമ്പി പറഞ്ഞു, ശ്രീധരന്റെ ചോര കൊണ്ട് അവന്റെ മനസ്സിലെ തീ അണയ്ക്കൊന്നും പറഞ്ഞു പോയല്ലേ നീ? എന്നിട്ടോ ഒരു പീറ പെണ്ണിന്റെ വെട്ടുകൊണ്ട് ആശുപത്രിയിലായി. വിടുവായ പറയാനല്ലാതെ നിന്നെ എന്തിനു കൊള്ളാൻ രവിശങ്കറെ? രവിശങ്കറിന് ഒരക്ഷരം പോലും മിണ്ടാനുള്ള ധൈര്യം ഉണ്ടായില്ല. അഞ്ജനയെ മാത്രമല്ലേ ശ്രീധരൻ കൊണ്ടേത്? മറ്റേ പെണ്ണ് ഇപ്പോഴും ബാക്കിയില്ലേ? പതിഞ്ഞ ശബ്ദത്തിൽ രവിശങ്കർ പറഞ്ഞു, ഊർമിള ഊർമിള അർജുന്റെ വീട്ടിലുണ്ട്. എന്നാൽ ഇനി വൈകണ്ട. അവളെ കസ്റ്റഡിയിലെടുത്ത് ജീവനോടെ തൊലിയിരിക്കുക. നെഞ്ചു പൊട്ടി ആ കഴിവരുടെ മോൾ കരയുമ്പോ പറന്നു വന്നോളൂ ശ്രീധരൻ. പക്ഷെ അർജുന്റെ വീട്ടിൽ നിന്ന് എങ്ങനെ അവളെ? അതും ഞാൻ പറഞ്ഞു തരണോ? ഒരു കള്ളക്കേസുണ്ടാക്കി പൊക്കിക്കൊണ്ട് വാടാ അവളെ.
ഫോൺ കട്ട് ചെയ്ത് മെല്ലെ ബെഡിലേക്ക് ചായുമ്പോൾ ജയശങ്കർ തൊട്ടടുത്ത് ഒരു കാൽപെരുമാറ്റം കേട്ടു. ഡ്യൂട്ടിക്കിടയിലുള്ള ഏതെങ്കിലും സിസ്റ്റർ ആയിരിക്കുമെന്ന് കരുതിയാണ് അയാൾ തിരിഞ്ഞു നോക്കിയത്. ഒരു പിശാചിനെ കണ്ടതുപോലെ അയാൾ വിറച്ചുപോയി. മരണം മനുഷ്യരൂപമെടുത്ത് വന്നതുപോലെ ബെഡിനടുത്ത് ശ്രീധരൻ. അയാൾ പിടഞ്ഞെഴുന്നേറ്റു. അയാളുടെ വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് താഴ്ന്ന ശബ്ദത്തിൽ ശ്രീധരൻ പറഞ്ഞു, അലറി വിളിച്ചാലും രക്ഷിക്കാൻ ആരും വരില്ല. ഒറ്റ ഫോൺ കോൾ കൊണ്ട് കാവൽ നിന്നിരുന്ന പോലീസുകാരെ ഞാൻ റിസപ്ഷനിലേക്ക് ഓടിച്ചു. അവന്മാര് ഇപ്പോഴവിടെ എന്നെ തെരഞ്ഞു നടക്കുന്നുണ്ടാവും. പേടികൊണ്ട് രവിശങ്കറിന്റെ കണ്ണുകൾ ഉരുണ്ടു. എന്റെ പെണ്ണിനെ തൊട്ടപ്പോ തന്നെ കുത്തി നുറുക്കേണ്ടതായിരുന്നു നിന്നെ. എന്നിട്ടും വെറുതെ വിട്ടു. പിന്നെ എന്തിനാടാ നായിന്റെ മോനെ നീ മറ്റടുത്ത പണി കാട്ടിയത്? ഉറക്കെ നിലവിളിക്കാൻ ശ്രമിച്ചിട്ടും വികൃതമായ ശബ്ദം മാത്രമേ പുറത്തു വന്നുള്ളൂ. ഇനി നിനക്ക് എന്റെ ഓർമ്മളയെ വേണമല്ലേ? ഈ വൃത്തികെട്ട കൈകൊണ്ട് നിനക്ക് അവളെ തൊടാനുള്ള യോഗ്യതയില്ല രവിശങ്കറെ. ബെഡിൽ നിന്നും തലേനെടുത്ത് അയാളുടെ മുഖത്ത് ചേർത്തമർത്തിക്കൊണ്ട് ശ്രീധരൻ പല്ലി ഞെരിച്ചു. പെണ്ണിന്റെ മാനത്തിന് വില പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഈ ടൗണിൽ വേണ്ട. കിടക്കയിൽ തലയുരുട്ടി രവിശങ്കർ പിടഞ്ഞു. അയാളുടെ ചലനം നിലയ്ക്കുന്നത് വരെ ശ്രീധരൻ തലേണിൽ നിന്നും പിടുത്തം വിട്ടില്ല. 4-5 നിമിഷത്തിനുള്ളിൽ എല്ലാം അവസാനിച്ചു. യാതൊന്നും സംഭവിക്കാത്തതുപോലെ ശ്രീധരൻ മുറിയിൽ നിന്നും പുറത്തു കടന്നു. അപ്പോൾ അർജുന്റെ വീട്ടിൽ സെൽഫോൺ ശബ്ദിച്ചു. ലൈനിൽ മുഖ്യമന്ത്രി പ്രഭാകരനാണെന്ന് അറിഞ്ഞപ്പോൾ സർവ്വ നിയന്ത്രണവും വിട്ട് അർജുൻ ആക്രോശിച്ചു. ഇനി ഒരിക്കലും ഗുണ്ടയാവില്ലെന്ന് തീരുമാനിച്ചിരുന്ന ഒരാളെ വീണ്ടും കൊലയാളിയാക്കി മാറ്റിയിട്ടും തൃപ്തിയായില്ലേ നിങ്ങൾക്ക്? പ്രഭാകരൻ ചിരിച്ചു. ഗുണ്ടകളൊക്കെ വിശുദ്ധരായി മാറിയ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇലക്ഷനിൽ കെട്ടിവെച്ച കാശ് കിട്ടില്ല അർജുൻ. നിങ്ങളെപ്പോലെയുള്ള ചോര കുതിയന്മാരെ സല്യൂട്ട് ചെയ്യാൻ ഇനി എന്നെ കിട്ടില്ല. അത് നിന്റെ ഇഷ്ടം. ഇപ്പൊ ഞാൻ വിളിച്ചത് വേറൊരു കാര്യം പറയാനാ. ഊർമിള എന്നൊരു പെണ്ണില്ലേ ഇപ്പൊ നിന്റെ കൂടെ? ഉടനെ അവളെ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യണം. എന്തു കുറ്റത്തിന്? അതൊക്കെ സൗകര്യം പോലെ FIR എഴുതി ചേർത്തോളും. ഉടനെ ഹരിപ്രസാദ് അവിടെ വരും. വിട്ടുകൊടുത്തേക്കണം. അർജുൻ ഗർജിച്ചു. നിങ്ങൾ നേരിട്ടിവിടെ വന്നാലും അവളെ കാണാൻ പോലും ഞാൻ സമ്മതിക്കില്ല. പ്രഭാകരന്റെ ശബ്ദമായിരുന്നു. അതിനാ നായിന്റെ മോള് നിന്റെ ആരാടാ? വെപ്പാട്ടിയോ? ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണ്. ആ തേടിച്ചല്ലാതെ മറ്റാരെയും കിട്ടിയില്ലേ നിനക്ക്? സൂക്ഷിച്ച് സംസാരിക്കണം. ഇനി സംസാരിക്കണില്ല, നിന്നെ കൊന്നിട്ടായാലും തമ്പി കൊണ്ടുപോകും അവളെ. എന്തിനാണോ? ശ്രീധരനുള്ള ചൂണ്ടയില് ഇരയായിട്ട് കുരുക്കാൻ. പിന്നെ ഒന്നും കേൾക്കാൻ നിൽക്കാതെ അർജുൻ ലൈൻ കട്ട് ചെയ്തു. അപ്പോൾ കോളിംഗ് ബെൽ ശബ്ദിച്ചു. അർജുൻ വാതിൽ തുറന്ന് സിറ്റ് ഔട്ടിലെത്തി. അവിടെ ഹരിപ്രസാദ് ഉണ്ടായിരുന്നു. പിന്നിൽ 4-5 പോലീസുകാരും. നിർവികാരനായി ഹരിപ്രസാദ് പറഞ്ഞു, CM സ്പെഷ്യൽ മെസ്സേജ് തന്നിട്ട് വന്നതാ ഞാൻ. ഊർമിള എവിടെ? അർജുൻ പെട്ടെന്ന് കൈ ചുരുട്ടി അയാളുടെ മൂക്കിൽ ഒരു ഇടി കൊടുത്തു. ഹരിപ്രസാദ് പിന്നോട്ട് വേച്ചുപോയി. ഇത് CMനുള്ള മറുപടിയാണ്. ബാക്കിയുള്ളതൊക്കെ ഫോണിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഹരിപ്രസാദ് റിവോൾവർ എടുത്ത് അർജുന്റെ നേരെ നീട്ടി. അർജുൻ നെഞ്ചു വിരിച്ചുകൊണ്ട് ഹരിപ്രസാദിന്റെ നേരെ ചെന്നു. വെറുതെ തോക്കുകാട്ടി പേടിപ്പിച്ചാൽ മാത്രം പോരാ, കൈ വിറയ്ക്കാതെ ഷൂട്ട് ചെയ്യാനും കഴിയണം. ഇപ്പൊ നിനക്കതിനുള്ള ചങ്കൂറ്റമില്ല പ്രസാദേ. അർജുൻ റിവോൾവർ പിടിച്ചു വാങ്ങി ഹരിപ്രസാദിന്റെ പോക്കറ്റിലിട്ടു. ഹരിപ്രസാദ് മിണ്ടിയില്ല. അർജുൻ അകത്ത് കയറി വാതിലടച്ചു. ഊർമിള അടുത്തേക്ക് വന്നു. ഇനി എല്ലാവർക്കും വേണ്ടത് എന്റെ ജീവനാണല്ലേ? അർജുൻ അവളെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അതിപ്പോ എനിക്ക് മാത്രം അവകാശപ്പെട്ടതാ ഊർമിളെ. വേണോന്നും പറഞ്ഞുകൊണ്ട് ആര് വന്നാലും വെറുതെ വിടില്ല ഞാൻ. ഏട്ടന്റെ വിവരം വല്ലതും അറിഞ്ഞു? അവൻ രവിശങ്കറെ കൊന്നു. ഊർമിള നെഞ്ചത്ത് കൈവച്ചു. എന്റെ ഈശ്വര, ഇപ്പോ അഞ്ജനയും കൂടെ ഉണ്ട്. ടൗൺ നിറച്ചും പോലീസാ. ആരും അഭയം കൊടുക്കില്ല. എവിടെയും ഒളിക്കാനും പറ്റില്ല. തമ്പിയുടെ ഗുണ്ടകളും തേടി നടക്കുന്നുണ്ടാവും. ഇനി അവരെ ജീവനോടെ കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പോ തൃപ്പൂണിത്തറയുള്ള ചന്ദ്രചൂടന്റെ വീട്ടിൽ ഒരു ഓട്ടോ വന്നു നിന്നു. അതിൽ നിന്നും ശ്രീധരനും അഞ്ജനയും ഇറങ്ങി. ശബ്ദം കേട്ട് ഗോപാലപിള്ള പുറത്തേക്ക് വന്നു. ആരാ? അതിനുത്തരം പറയാതെ ശ്രീധരൻ തൊഴുത്തിൽ നിന്ന് ഒരു ഇരുമ്പ് പാര എടുത്തു. പേടിയോടെ ഗോപാലപിള്ള വീണ്ടും ചോദിച്ചു, ആരാ നിങ്ങള്? പാര കൊണ്ട് ഓട്ടോ അടിച്ചു നുറുക്കുന്നതിനിടയിൽ ശ്രീധരൻ പറഞ്ഞു, സൂക്ഷിച്ചു നോക്ക്. ഒരിക്കൽ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ മോനെ കൊല്ലൂന്നും പറഞ്ഞിട്ടുണ്ട്. അടുത്തെത്തിയപ്പോൾ ഗോപാലപിള്ളയ്ക്ക് ആളെ മനസ്സിലായി. നീ നീ ശ്രീധരനല്ലേ? പാര കൊണ്ട് ഓട്ടോയിൽ ആഞ്ഞടിച്ചുകൊണ്ട് ശ്രീധരൻ പറഞ്ഞു. അതെ. ഗോപാലപിള്ള ആലില പോലെ ഉരച്ചു. 3-4 ദിവസം ഞങ്ങൾ ഇവിടെ ഒളിച്ചു താമസിക്കാൻ പോവുക. ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞ കൈയും കാലും ഒക്കെ ആലുവ പുഴയിൽ നിന്ന് മുങ്ങിയെടുക്കേണ്ടി വരും പോലീസിന്.
ഗോപാലപിള്ളയ്ക്ക് മറുപടി പറയാനുള്ള ശേഷിയുണ്ടായില്ല. ഓട്ടോ കളിപ്പാട്ടം പോലെ ചടുങ്ങിയപ്പോൾ ശ്രീധരൻ പറഞ്ഞു, ഇനി എനിക്ക് ഒരു തീപ്പെട്ടി വേണം. മനസ്സിന്റെ താക്കീത് കേൾക്കാൻ ഗോപാലപിള്ള തയ്യാറായി കഴിഞ്ഞിരുന്നു. അയാൾ തീപ്പെട്ടി കൊടുത്തപ്പോൾ ശ്രീധരൻ അതിൽ നിന്നൊരു കൊള്ളിയെടുത്ത് കത്തിച്ച് ഓട്ടോയുടെ പെട്രോൾ ടാങ്കിലേക്ക് ഇട്ടു. തീ ആളിപ്പടർന്നു. പിറ്റേന്ന് 10 മണിക്ക് അർജുൻ ഊർമിളയും കൊണ്ട് രജിസ്റ്റർ ഓഫീസിലെത്തി വിവാഹം നടന്നു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഊർമിള പറഞ്ഞു, എനിക്ക് കൃഷ്ണന്റെ അമ്പലത്തിൽ നിന്ന് തൊഴണം, അല്ലെങ്കിൽ ഇത്രയും വലിയ ഭാഗ്യം തന്നിട്ട് എന്നെ മറന്നോന്ന് ചോദിക്കും കള്ളകൃഷ്ണൻ. അർജുൻ പുഞ്ചിരിച്ചു. അതിനെന്താ, പോവാലോ നമുക്ക്, വരൂ. പുറത്ത് കാത്തു നിന്നിരുന്ന ടൂറിസ്റ്റ് ടാക്സിയിലാണ് രണ്ടുപേരും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് പോയത്. കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ അർജുൻ പറഞ്ഞു, പോയി തൊഴുതിട്ട് വാ, പാൻസ് ഇട്ട് അകത്ത് കയറാൻ പറ്റില്ല, അതുകൊണ്ടാ കൂടെ വരാത്തെ. ഞാൻ പുറത്തു നിൽപ്പുണ്ടെന്ന് മറക്കാതെ പറഞ്ഞേക്കണം. ഊർമിള തൊഴുകയോടെ അകത്തേക്ക് പോയി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൾ തിരിച്ചു വന്നു. കാറിനടുത്തെത്തി ഊർമിള വിളിച്ചു പറഞ്ഞു, ദേ ഞാൻ വന്നുട്ടോ. ദൂരെ മാറി നിന്നിരുന്ന അർജുൻ ചിരിച്ചു. കാലം ഇത്രയും പുരോഗമിച്ചിട്ടും ഭർത്താവിനെ കൃത്യമായിട്ട് എന്താ വിളിക്കാന്ന് ഒരു ഭാര്യയ്ക്കും അറിയില്ല. ഡോർ തുറന്നുകൊണ്ട് ഡ്രൈവർ പറഞ്ഞു, കേറിക്കോളൂ മാഡം. ഊർമിള കാറിൽ കയറി. അലസമായി അവളുടെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ട് അർജുൻ പറഞ്ഞു, അത് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു തരാം. പെട്ടെന്ന് പിൻസീറ്റിലെ ഡോർ അടഞ്ഞു. കാറിന്റെ സ്വിച്ച് കീ തിരിഞ്ഞു. ചക്രങ്ങൾ മുന്നോട്ടുരുണ്ടു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ അർജുൻ പകച്ചുപോയി. അതിനിടയിൽ കാർ മുന്നോട്ട് കുതിച്ചു. പിന്നാലെ ഓടിക്കൊണ്ട് അർജുൻ പറഞ്ഞു, നിർത്തൂ, ഞാൻ കേറിയിട്ടില്ല. കാറിലിരുന്ന് ഊർമിളയും നിലവിളിച്ചു, നിർത്തൂ. കാർ ചാട്ടുളി പോലെ മുന്നോട്ട് കുതിച്ചു. ബെഡ്റൂമിലിരുന്ന് അന്നത്തെ പത്രം വായിക്കുകയായിരുന്നു ഹരിപ്രസാദ്. ഭാമിനിയോട് അയാൾ പറഞ്ഞു, പുറത്ത് ആരോ വന്നിട്ടുണ്ട്, നോക്ക്. സിറ്റ് ഔട്ടിൽ ആകെ തീ പിടിച്ചതുപോലെ നിന്നിരുന്ന അർജുനെ കണ്ട് അവൾ പേടിച്ചു പോയി. പ്രസാദില്ലേ ഇവിടെ? ഉണ്ട്, വിളിക്ക്. സിറ്റ് ഔട്ടിലുള്ളത് അർജുനാണെന്ന് അറിഞ്ഞപ്പോൾ വേവലാതിയോടെ ഹരിപ്രസാദ് പുറത്തേക്ക് വന്നു. എന്താ സർ? കവിളടച്ച് ഒരടി കൊടുത്തുകൊണ്ട് അർജുൻ ചോദിച്ചു. എന്താന്ന് നിനക്കറിയില്ല അല്ലേ? വേഷം കെട്ട് കാണിക്കാണ്ട് സത്യം പറഞ്ഞു വേഗം. ആരാ ഊർമിളയെ തട്ടിക്കൊണ്ടുപോയത്? എങ്ങോട്ടാ കൊണ്ടുപോയത്? കവിൾ തടവിക്കൊണ്ട് ഹരിപ്രസാദ് പറഞ്ഞു. എന്തൊക്കെയാ സാറ് പറയണത്? ഊർമിളയെ തട്ടിക്കൊണ്ടുപോയിന്നോ? ആര്? അർജുൻ ഹരിപ്രസാദിന്റെ ബനിയനിൽ കൂട്ടിപ്പിടിച്ചു. മുഖ്യമന്ത്രി പ്രഭാകരൻ പറഞ്ഞിട്ട് നീയല്ലേ അത് ചെയ്തത്? ഹരിപ്രസാദ് അർജുന്റെ കൈകൾ തട്ടിമാറ്റി. രാത്രി ഞാൻ ഊർമിളയെ തേടി വന്നു എന്നുള്ളത് ശരിയാ. അത് CM പറഞ്ഞിട്ടാ. തരില്ലാന്ന് പറഞ്ഞപ്പോ തിരിച്ചു പോവുകയും ചെയ്തു. പിന്നെ ഉണ്ടായതൊന്നും എന്നോട് ചോദിക്കണ്ട. പിന്നെ ആരോട് ചോദിക്കണം? അത് ചെയ്തവന്മാരോട്. അതാരാന്നറിയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഏത് കൊലകൊമ്പനായാലും പറഞ്ഞു തരണം പ്രസാദേ. ഹരിപ്രസാദ് അർജുനെ തറച്ചു നോക്കി. CMന്റെ നമ്പർ ഇല്ലേ നിങ്ങളുടെ സെൽഫോണിൽ? ഇന്നലെ ഊർമിളയെ കസ്റ്റഡി എടുക്കണമെന്ന് എന്നെ വിളിച്ചു പറഞ്ഞത് അയാളാ. നടന്നത് എന്താണെന്ന് CMന് അറിയാണ്ടിരിക്കില്ല. പുറത്തു കിടന്ന അർജുൻ മുഖ്യമന്ത്രി പ്രഭാകരന്റെ നമ്പർ ഡയൽ ചെയ്തു. അങ്ങേ തലക്കിൽ നിന്നും പരിഹസിച്ചുള്ള ഒരു ചിരിയാണ് ആദ്യം കേട്ടത്. കല്യാണം കഴിഞ്ഞ അർജുൻ? ക്ഷണിച്ചില്ലാന്ന് കരുതി നിന്നോട് ദേഷ്യമൊന്നുമില്ല എനിക്ക്. എന്റെ എല്ലാ ആശംസകളും അറിയിക്കണം നിന്റെ പെണ്ണിനെ. ലീവിലാണെന്ന് കരുതി വിഷമിക്കണ്ട. ഉടനെ തന്നെ നിനക്ക് പോസ്റ്റിംഗ് കിട്ടും. ഹണിമൂൺ കഴിയണത് വരെ കാത്തിരിക്കണ്ട. തീരുമാനം എടുത്തു കഴിഞ്ഞു ഞാൻ. അയാളുടെ സംസാരം കേട്ടപ്പോൾ ഊർമിളയെ തട്ടിക്കൊണ്ടുപോയത് പ്രഭാകരന്റെ അറിവോടെയാണെന്ന് അർജുന് മനസ്സിലായി. കൂർത്ത ശബ്ദത്തിൽ അയാൾ ചോദിച്ചു, ഊർമിളയെ എങ്ങോട്ടാ കൊണ്ടുപോയത്? അപ്പോൾ ഞെട്ടൽ അഭിനയിച്ചുകൊണ്ട് പ്രഭാകരൻ പറഞ്ഞു, എന്താ എന്താ നീ പറഞ്ഞത്? ഊർമിള? ഊർമിള? സത്യം പറയാ അർജുൻ, അവളിപ്പോ നിന്റെ കൂടെ ഇല്ലേ? നേരിൽ കണ്ടിരുന്നെങ്കിൽ ഒറ്റ ചവിട്ടിന് അയാളെ കൊല്ലുമായിരുന്നു അർജുൻ. തീക്കാറ്റ് പോലെ ആളിക്കൊണ്ട് അയാൾ പറഞ്ഞു, ഈ നാട് ഭരിക്കണ നിങ്ങൾക്ക് ഒരു ക്രിമിനലിന്റെ സ്ഥാനമേ ഉള്ളൂ ഇപ്പോഴെന്റെ മനസ്സിൽ. പഴയ CMനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും കൊല്ലാൻ കൂട്ടുനിന്നത് നിങ്ങളാണെന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് വിളിച്ചു പറയും ഞാൻ. പിന്നെ അവര് കടിച്ചു കീറാൻ പോണത് ശ്രീധരനെ അല്ല, നിങ്ങളെയാണ് പ്രഭാകര. ലൈൻ കട്ട് ചെയ്തിട്ട് അർജുൻ തമ്പിയുടെ ബംഗ്ലാവിലേക്ക് കുതിച്ചു. പുൽത്തകടിയിലെ ഊഞ്ഞാലിലിരുന്ന് അലസമായി ആടിക്കൊണ്ടിരുന്ന മാധവൻ തമ്പി ഹൃദ്യമായ ചിരിയോടെയാണ് അർജുനെ സ്വീകരിച്ചത്. ഇന്ന് നിന്റെ കല്യാണമാണെന്ന് പ്രഭാകരൻ വിളിച്ചു പറഞ്ഞിരുന്നു. ഒരു പാവം പെണ്ണിനാ നീ ജീവിതം കൊടുത്തത്. പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർമ്മയുണ്ടാവണം നിനക്ക്. അന്ന് ഞാൻ തൂക്കിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചിരുന്നില്ലെങ്കിൽ തന്തയുടെയും തള്ളയുടെയും കുഴിമാടത്തിനടുത്ത് ആ പെണ്ണിന്റെ ചിത എരിഞ്ഞേനെ. അതിനും എന്റെ ശ്രീധരൻ തീ കൊളുത്തിയേനെ. മുഖ്യമന്ത്രി പ്രഭാകരനെ പോലെ തമ്പിയും അഭിനയിക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ അർജുന്റെ ഉള്ളിൽ തീക്കാറ്റിളകി. രോഷം ഞെരിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു,
എവിടെടാ ഊർമിള? തമാശ കേട്ടതുപോലെ തമ്പി ചിരിച്ചു. എന്താ നീ ചോദിച്ചത്? ഊർമിള എവിടെയാന്നോ? കെട്ടിയ പെണ്ണിനെ പോലും കാത്തു സൂക്ഷിക്കാൻ അറിയാത്ത നീ എങ്ങനെയാ അർജുൻ ഈ നാട് നന്നാക്കാൻ പോണത്? അർജുൻ ഗർജിച്ചു. അഭിനയിക്കണ്ട. നിങ്ങളും പ്രഭാകരനും ചേർന്നാണ് അവളെ തട്ടിക്കൊണ്ടുപോയത്. അവളെ വേദനിപ്പിച്ചിട്ട് ശ്രീധരനെ കസ്റ്റഡിയിൽ എടുക്കാമെന്ന് വ്യാമോഹിക്കണ്ട. ഊർമിളയ്ക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ ഈ ബംഗ്ലാവിൽ ജീവനോടെ ഉണ്ടാവില്ല നീ. തമ്പി സഹതാപത്തോടെ അർജുനെ നോക്കി. ഈ ബംഗ്ലാവിൽ എവിടെ വേണമെങ്കിലും കയറി നോക്കിക്കോ നീ. ഗോഡൌണും ജോലിക്കാർ തുറന്നു കാട്ടിത്തരും. എന്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ അന്വേഷിച്ചോ, എങ്ങും ഉണ്ടാവില്ല അവള്. മദൻ തമ്പി ഊഞ്ഞാലിൽ നിന്നിറങ്ങി അർജുന്റെ അടുത്തേക്ക് ചെന്നു. ആട്ടെ, എവിടെ വെച്ചാ അവള് മിസ്സായത്? ഒറ്റ കുതിക്ക് അയാളുടെ കഴുത്ത് ഞെരിക്കണമെന്ന് തോന്നിയെങ്കിലും അർജുൻ നിയന്ത്രിച്ചു. മുംബൈയിലെ റെഡ് സ്ട്രീറ്റിൽ ഇപ്പോ കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങൾക്ക് തീ വിലയുണ്ട്. ആ കാറിന്റെ ഡ്രൈവർ ചിലപ്പോ ഒരു പിമ്പാവും. എങ്കിലവൻ കാമാത്തിപുരത്തേക്ക് ഊർമിളയും കൊണ്ട് കടന്നു കാണും. അർജുൻ മുന്നോട്ട് ചെന്ന് തമ്പിയുടെ ജുബയിൽ പിടിച്ചുലച്ചു. അവളെ കൊണ്ടുപോയത് കാറിന്റെ ഡ്രൈവറാണെന്ന് നിനക്കറിയാം അല്ലേടാ? കൊള്ളാം നായിന്റെ മോനെ. തമ്പിയുടെ ചുണ്ടിലെ ചിരി കെട്ടു. കണ്ണുകളിൽ തീ നിറഞ്ഞു. ശബ്ദം ചുട്ടുപഴുത്തു. കൈയെടുക്ക്. അർജുൻ അനങ്ങില്ല. കൈയെടുക്ക. അർജുന്റെ പിടിമുറിയപ്പോൾ പിന്നിൽ ആരോ തൊട്ടു. പല്ലുകൾ ഞെരിച്ചുകൊണ്ട് അയാൾ തിരിഞ്ഞു. മുന്നിൽ സ്റ്റെൻ ഗണ്ണുമായി കറുത്ത വസ്ത്രം ധരിച്ച അജാനുബാഹുക്കളായ ഒരു സംഘം മല്ലന്മാർ. തമ്പി ജുബയിൽ നിന്ന് ബലമായി അർജുന്റെ കൈ എടുത്തു മാറ്റി. നീ പറഞ്ഞത് ശരിയാണ് അർജുൻ. നിന്റെ പെണ്ണ് എവിടെയുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനത് പറഞ്ഞു തരില്ല. അവളെ മറന്നുകൊണ്ട് ഇവിടെ നിന്ന് തിരിച്ചു പോണം നീ. അല്ലെങ്കിൽ പഴയ കണക്കുകളൊക്കെ ഈ നിമിഷം തീർക്കും ഞാൻ. തമ്പി ഒന്ന് വിരൽ ഞൊടിച്ചാൽ മല്ലന്മാർ തുരുതുരാ ബുള്ളറ്റുകൾ ഉതിർക്കുമെന്ന് അർജുന് മനസ്സിലായി. മുന്നിലുള്ളത് പഴയ മാധവൻ തമ്പിയല്ല. നിരായുധനായ തന്നെ അവസാനിപ്പിക്കാൻ ഇപ്പോഴയാൾക്ക് ഒരു നിമിഷം പോലും തികച്ചും വേണ്ട. യൂണിഫോമിന്റെ ഭാരമില്ലാത്ത ഒരു സാധാരണ മനുഷ്യനാവാൻ കൊതിച്ചുകൊണ്ടാണ് അർജുൻ തിരിഞ്ഞു നടന്നത്. അപ്പോൾ പിന്നിൽ തമ്പിയുടെ കനത്ത ശബ്ദം കേട്ടു. ഊർമിളയെ ജീവനോടെ തിരിച്ചു വേണമെന്നുണ്ടോ നിനക്ക്? ആശയോടെ അർജുൻ തിരിഞ്ഞു. തമ്പി അയാളുടെ അടുത്തേക്ക് വന്നു. തരാം, കൊണ്ടുപോയ അതേ രൂപത്തിൽ ചെറിയൊരു പോറൽ പോലും ഏൽപ്പിക്കാതെ. അർജുന്റെ ഹൃദയം ദ്രുതഗതിയിൽ മിടിച്ചു. ഞാൻ ചോറ് കൊടുത്ത് വളർത്തിയ നന്ദി കെട്ട ഒരു തെരുവ് നായയെ പകരം തരാമോ നീ? അർജുൻ ശബ്ദിച്ചില്ല. സിൻസിയറായ ഒരു ഓഫീസറല്ലേ നീ? അതുകൊണ്ട് ശ്രീധരനോട് ദയ കാട്ടാൻ പറ്റില്ല. ചത്തുപോയ രവിശങ്കറിന് പകരം ഇനി നീയാണ് ഇവിടുത്തെ റൂറൽ SP. ഓർഡറും കൊണ്ട് DIG ഉടനെ വരും. ഈ ടൗണിലെ മുഴുവൻ പോലീസിനെയും ഉപയോഗിച്ചോ. കണ്ടാലുടനെ വെടിവെച്ചു കൊന്നു. ശവം കാട്ടിത്തന്നാലും മതി. ആ നിമിഷം ഊർമിളയെ തിരിച്ചു തരും ഞാൻ. തമ്പി പറഞ്ഞതുപോലെ തന്നെ റൂറൽ SP ആയി വീണ്ടും പോസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഓർഡറുമായിട്ടാണ് രമേഷ് കുമാർ വന്നത്. അർജുൻ പൊട്ടിത്തെറിച്ചു. വലിയ ക്രിമിനലുകളിൽ ഒന്നും തൊടാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സർ ഞാൻ കാക്കിയിടണത്? വെറുതെ ഒരാൾ ക്രിമിനലാണെന്ന് പറഞ്ഞുകൊണ്ട് പോലീസിന് അതിക്രമം കാട്ടാൻ പറ്റുമോ അർജുൻ? മുഖ്യമന്ത്രി പിഷാരടിയെയും അദ്ദേഹത്തിന്റെ ഭാര്യയും നിഷ്കരണം കൊല്ലാൻ കൂട്ടുനിന്ന ബാസ്റ്റഡിനെയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പ്രഭാകരൻ സംരക്ഷിക്കുന്നത്. ആ കൊലകൾക്ക് അയാളും ഉത്തരവാദിയാണ്. രമേഷ് കുമാർ ചിരിച്ചു. അപ്രിയമായ സത്യങ്ങൾ ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞതുകൊണ്ടാ താലി കെട്ടിയ പെണ്ണിനെ പോലും നിനക്ക് നഷ്ടപ്പെട്ടത്. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ചോരയ്ക്ക് കുതിച്ചു നടക്കുന്ന ഒരു ചെന്നായിയാണ് ശ്രീധരൻ. ഇനി അവൻ ആരെയും കൊല്ലാൻ പാടില്ല. ദിസ് ഈസ് ആൻ ഓർഡർ. അപ്പോൾ ചന്ദ്രചൂഡന്റെ വീട്ടിൽ ചുവരിൽ ചാരി തളർന്നിരിക്കുകയായിരുന്നു അഞ്ജന. കൗതുകത്തോടെ അവളെ നോക്കിക്കൊണ്ട് ശ്രീധരൻ ചോദിച്ചു, എന്താ ആലോചിക്കുന്നത്? ആദ്യം കണ്ടപ്പോ തന്നെ നമ്മൾ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ല അല്ലേ? ശ്രീധരൻ ചിരിച്ചു. ആദ്യ രാത്രി നീ വിളമ്പി തന്ന ചോറ് ഞാൻ ഉണ്ടിരുന്നെങ്കിലും അഞ്ജരെ, അപ്പോ ഞാൻ ജയിലായനെ. ഈ സ്നേഹം തിരിച്ചറിയാണ്ട് മരിക്കേണ്ടി വരുമായിരുന്നു എനിക്ക്. സ്നേഹം തിരിച്ചറിഞ്ഞിട്ടും സ്വസ്ഥമായ ഒരു നിമിഷം പോലും കഴിയാൻ പറ്റണില്ലല്ലോ നിനക്ക്. ഒപ്പം ഇറങ്ങി തിരിച്ചത് പോലും പോലീസിന്റെ വെടിയേറ്റ് ചാവാനല്ലേ? അപ്പോൾ വാതിൽക്കൽ ഒരു കാൽപ്പെരുമാറ്റം കേട്ടു. കട്ടിലിൽ നിന്നും ശ്രീധരൻ പിടഞ്ഞെഴുന്നേറ്റു. അകത്തേക്ക് വന്നുകൊണ്ട് ഗോപാലപിള്ള പറഞ്ഞു, ഈ കുട്ടിയുടെ കാര്യം ഓർത്ത് നീ വിഷമിക്കേണ്ട ശ്രീധര. സ്വന്തം മോളെ പോലെ നോക്കിക്കൊള്ളാം ഞാൻ ഇവളെ. ശ്രീധരൻ അത്ഭുതത്തോടെ ഗോപാലപിള്ളയെ നോക്കി. രോഷത്തോടെ ഗോപാലപിള്ള പറഞ്ഞു, പകരം നീ എനിക്കൊരു സഹായം ചെയ്യണം.
മാധവൻ തമ്പിയെ കൊന്നിട്ട് അയാളുടെ കൈയും കാലും തലയും വെട്ടിയെടുത്ത് പെരിയാറ്റിലൊഴുക്കണം. ചന്ദ്രചൂഡനെ കൊന്നത് തമ്പിയാണെന്ന് അപ്പൊ നിങ്ങൾക്കറിയാം അല്ലേ? ഗോപാലപിള്ള തലയാട്ടി. പിന്നെ എന്തിനാ പോലീസിനോട് നിങ്ങൾ എന്റെ പേര് പറഞ്ഞത്? ഹരിപ്രസാദും തമ്പിയും ഒന്ന് പേടിപ്പിച്ചിട്ടാ. അവനെ കൊന്നതുപോലെ എന്നെയും കൊല്ലൂന്ന് അവര് പറഞ്ഞു. എന്തിനാ തമ്പി ചന്ദ്രചൂഡനെ കൊന്നത്? എല്ലാം പോലീസിനോട് പറയൂന്നും പറഞ്ഞ് അവൻ വഴക്കിട്ടു. എന്തു കാര്യ ചന്ദ്രചൂഡന് പോലീസിനോട് പറയാനുണ്ടായിരുന്നത്? ഗോപാലപിള്ളയുടെ ശബ്ദമിടറി. എന്റെ മോൻ ചീത്തയായിരുന്നു ശ്രീധര. തമ്പിയുടെ ബംഗ്ലാവില് വലിയ ആളുകളൊക്കെ വരുമ്പോ കാണാൻ കൊള്ളാവുന്ന പെൺകുച്ചുങ്ങളെ അവൻ കൊണ്ടുകൊടുക്കും. അവരറിയാതെ എന്റെ മോനും തമ്പിയും ചേർന്ന് അതിന്റെയൊക്കെ ഫോട്ടോ എടുക്കും. സിനിമയും പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പെണ്ണുങ്ങളെയൊക്കെ ബോംബെയിൽ കൊണ്ടുപോയി വിൽക്കും. അഞ്ജന നെഞ്ചത്ത് കൈവച്ചു. എന്നാലും തമ്പി ചന്ദ്രചൂഡനെ കൊന്നത് അതിന്റെ പേരിലല്ല, യാന്ത്രികമായി ശ്രീധരൻ ചോദിച്ചു. പിന്നെ? ആരും അറിയാണ്ട് പരമരഹസ്യമായി സൂക്ഷിക്കുന്ന ഒരു ബിസിനസ് തമ്പിക്കുണ്ട്. മയക്കുമരുന്ന് കച്ചവടം. കമ്പക്കല്ലിലെ അയാളുടെ കഞ്ചാവ് തോട്ടം നോക്കി നടത്തിയിരുന്നത് ചന്ദ്രചൂഡനായിരുന്നു. തമ്പിക്ക് വേണ്ടി നാട്ടിലെ ചെറുപ്പക്കാരെ മുഴുവൻ എന്റെ മോൻ മയക്കുമരുന്ന് കൊടുത്ത് വഴിതെറ്റിച്ചു. കിട്ടണ കാശ് പോരാന്നും പറഞ്ഞോണ്ടാ അവൻ തമ്പിയുമായി വഴക്കിട്ടത്. കാശ് തരാന്നും പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ആ ദുഷ്ടൻ. ഗോപാലപിള്ള വിതുമ്പിക്കരഞ്ഞു. ശ്രീധരൻ ദേഷ്യത്തോടെ അയാളെ നോക്കി. ഇതൊക്കെ അന്നേ അർജുൻ സാറിനോട് പറഞ്ഞിരുന്നെങ്കിൽ തമ്പി ഇപ്പൊ സെൻട്രൽ ജയിലിലാവുമായിരുന്നു. പകരം എന്നെ കൊലയ്ക്ക് കൊടുത്തു നിങ്ങൾ. ശ്രീധരൻ ഗോപാലപിള്ളയെ നോക്കി. പകൽ വെളിച്ചത്തിൽ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. രവിശങ്കർ കൂടി ചത്തതോടെ എന്റെ ചോര കുടിക്കാൻ കെണിവെച്ച് കാത്തിരിക്കുന്നുണ്ടാവും പോലീസ്. നിങ്ങൾ അർജുൻ സാറിനെ പോയി കാണണം. പോലീസിന്റെ മുഴുവൻ നീക്കവും അറിയണം. അപ്പൊ തന്നെ ഗോപാലപിള്ള അർജുന്റെ വീട്ടിലേക്ക് പോയി. ഒറ്റ നോട്ടത്തിൽ തന്നെ അർജുൻ അയാളെ തിരിച്ചറിഞ്ഞു. ഗോപാലപിള്ള പറഞ്ഞു, എനിക്ക് രഹസ്യമായി സാറിനോട് ചിലത് പറയാനുണ്ട്. അർജുൻ അയാളെ സ്വീകരണ മുറിയിലേക്ക് കൊണ്ടുപോയി. പറയൂ. എന്നെ ഇങ്ങോട്ട് അയച്ചത് ശ്രീധരനാണ്. അർജുൻ പിടഞ്ഞുണർന്നു. അവനിപ്പോ എവിടെയുണ്ട്? എന്റെ വീട്ടിൽ. കൂടെ അഞ്ജന എന്ന പെണ്ണുമില്ലേ? ഉണ്ട്. എന്താ അവന് വേണ്ടത്? ഗോപാലപിള്ള എല്ലാ വിവരവും അർജുനെ അറിയിച്ചു. അർജുൻ അപ്പോൾ കാതുകൾക്കരികെ മാധവൻ തമ്പിയുടെ തീ ചിതറുന്ന ശബ്ദം കേട്ടു. ഞാൻ ചോറ് കൊടുത്ത് വളർത്തിയ ഒരു നന്ദി കെട്ട തെരുവനായെ പകരം തരാമോ നീ? ശവം കാട്ടിത്തന്നാലും ആ നിമിഷം ഊർമിളയെ തിരിച്ചു തരും ഞാൻ. എന്തോ തീരുമാനിച്ചതുപോലെ അർജുൻ കിടപ്പുമുറിയിലേക്ക് നടന്നു. അലമാരി കൊണ്ട് അയാൾ ഭൈരവന്റെ സ്റ്റെൻ ഗൺ പുറത്തെടുത്തു. പിന്നെ അതൊരു വലിയ എയർ ബാഗിലിട്ടു. ഗോഡൌണിലെ ഇരുട്ടുമുറിയിൽ കിടന്ന് അപ്പോഴും വിങ്ങിക്കരയുകയായിരുന്നു ഊർമിള. വാതിൽ തുറന്ന് തമ്പി അവളുടെ അടുത്തേക്ക് വന്നു. മുറിയിൽ വെളിച്ചം വീണപ്പോൾ ഊർമിള ഞെട്ടി എഴുന്നേറ്റു. മുന്നിൽ ക്രൂരമായി ചിരിക്കുന്ന തമ്പിയുടെ മുഖം കണ്ടപ്പോൾ കൈകൾ മാറിൽ പിണിച്ചു വെച്ച് അവൾ ഉറക്കെ നിലവിളിച്ചു. എന്നെ എന്നെ ഒന്നും ചെയ്യല്ലേ. അവളുടെ നിലവിളി ഹരമുള്ള സംഗീതം പോലെ ആസ്വദിച്ചുകൊണ്ട് തമ്പി പറഞ്ഞു, കരഞ്ഞ് മുഖം വൃത്തികേടാക്കല്ലേ മോളെ. തിരുവനന്തപുരത്ത് നിന്ന് ഒരു വലിയ ആള് നിന്നെ കാണാൻ വരുന്നുണ്ട്. പേര് കേട്ടാ നീ അമ്പരന്ന് പോവും. നമ്മുടെ മുഖ്യമന്ത്രി പ്രഭാകരൻ. ഒരു രാത്രി നീ അയാളുടെ കൂടെ കഴിയണം. അപ്പോഴേക്കും ശ്രീധരന്റെ ശവം കൊണ്ട് നിന്റെ കഴുത്തിൽ മിന്നു കെട്ടിയവൻ വരും. അപ്പോഴും നീ ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്തേക്കാം ഞാൻ. ഊർമിള വാവിട്ട് നിലവിളിച്ചു. വാതിലിന് നേരെ നോക്കി തമ്പി ഉറക്കെ വിളിച്ചു, ജഡേജ. കറുത്തൊരു തടിയൻ അകത്തേക്ക് വന്നു. അയാളുടെ കയ്യിൽ സെഡേഷനുള്ള ഹെവി ഡോസുള്ള ഒരു സിറിഞ്ച് ഉണ്ടായിരുന്നു. ജഡേജ ഊർമിളയെ ചേർത്ത് പിടിച്ച് കൈത്തണ്ടയിൽ നീഡിൽ കുത്തിയിറക്കി. തമ്പി പറഞ്ഞു, ഇനി സുഖമായിട്ട് ഉറങ്ങിക്കോ മോള്. ചന്ദ്രചൂഡിന്റെ വീട്ടിൽ അക്ഷമനായി ഗോപാലപിള്ളിയെ കാത്തിരിക്കുകയായിരുന്നു ശ്രീധരൻ. പെട്ടെന്ന് വാതിൽ ആരോ തള്ളി തുറന്നു. അഞ്ജനയും ശ്രീധരനും ഒരുപോലെ ഞെട്ടി. അകത്തേക്ക് വന്നത് അർജുനാണെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് സമാധാനമായി. ഓർക്കാപ്പുറത്ത് വാതിലടഞ്ഞു. കയ്യിലെ എയർ ബാഗിൽ നിന്നും സ്റ്റെൻ ഗൺ എടുത്ത് അർജുൻ ശ്രീധരന്റെ നേരെ നീട്ടി. അഞ്ജന വിറച്ചുപോയി. ശ്രീധരൻ സ്തബ്ധനായി. പന്തം പോലെ ആളിക്കൊണ്ട് അർജുൻ പറഞ്ഞു, ഊർമിളയെ മാധവൻ തമ്പി തട്ടിക്കൊണ്ടുപോയടാ. വെള്ളിടി വെട്ടിയതുപോലെ ശ്രീധരൻ നടുങ്ങി. പിന്നിൽ കളിക്കുന്നത് മുഖ്യമന്ത്രി പ്രഭാകരനാ. അവളെ കൊല്ലാക്കൊല ചെയ്ത് നിന്നെ കണ്ടുപിടിക്കണമെന്ന് ആ വൃത്തികെട്ടവൻ തമ്പിയോട് പറഞ്ഞിട്ടുണ്ട്. ഗുണ്ടകൾ ജോലി തുടങ്ങിയിട്ടുണ്ടാവും. അർജുൻ കയ്യിലിരുന്ന ഗൺ ശ്രീധരന് കൊടുത്തു. ആ ബംഗ്ലാവിലിട്ട് തന്നെ തീർക്കണം അവനെ. തിരിച്ചു വരുമ്പോ ഒരു പൊൽക്കടി പോലും അവിടെ ശേഷിക്കരുത്. എന്തൊക്കെ സംഭവിച്ചാലും എന്റെ ഊർമിളയെ മാത്രം ജീവനോടെ തിരിച്ചു തരണം നീ. ഗണ്ണിൽ മുറുകെ പിടിച്ചുകൊണ്ട് ശ്രീധരൻ ചോദിച്ചു, എന്നെ കിട്ടിയാ അവളെ ജീവനോടെ തരാന്ന് അവൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. എങ്ങനെ എങ്ങനെ വേണം അവന്? ജീവനോടെയോ ശവമായിട്ടോ?
എങ്ങനെ കിട്ടിയാലും ആ ബാസ്റ്റാർഡിന് സന്തോഷാവും. എങ്കിൽ സാർ ഉടനെ അയാളോട് വിളിച്ചു പറയണം, ഈ രാത്രി തന്നെ ശ്രീധരന്റെ ശവവും കൊണ്ട് ബംഗ്ലാവിലേക്ക് വരുമെന്ന്. അർജുൻ ഭീതിയോടെ ശ്രീധരനെ നോക്കി. അത് ശ്രദ്ധിക്കാതെ ശ്രീധരൻ പറഞ്ഞു, 2 മണിക്കൂർ കഴിഞ്ഞ് അയാളെ വീണ്ടും വിളിക്കണം. എന്റെ താവളം കണ്ടെത്തിയെന്നും പോലീസ് ഫോഴ്സുമായി അങ്ങോട്ട് നീങ്ങാൻ പോവുകയാണെന്നും പറയണം. ശ്രീധരൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലായില്ലെങ്കിലും അർജുൻ ശബ്ദിച്ചില്ല. അർജുന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ശ്രീധരൻ തുടർന്നു. അപ്പോഴയാൾ തീർച്ചയായും ചോദിക്കും, എവിടെയാ ഞാനുള്ളതെന്ന് പറയണം. അത് സത്യമാണെന്ന് വിശ്വസിപ്പിക്കാൻ ജീവനുള്ള ഒരു സമ്മാനവും കൊടുക്കണം. ബാക്കിയെല്ലാം എനിക്ക് വിട്ടു തന്നേക്ക്. എല്ലാ നീക്കവും കൃത്യമായി പ്ലാൻ ചെയ്തിട്ടാണ് അർജുൻ വീട്ടിലേക്ക് തിരിച്ചു പോയത്. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തമ്പിയുടെ ബംഗ്ലാവിൽ സെൽഫോൺ ശബ്ദിച്ചു. ലൈനിൽ അർജുനാണെന്ന് അറിഞ്ഞപ്പോൾ നിറഞ്ഞ ചിരിയോടെ തമ്പി ചോദിച്ചു, എന്തായിടോ, വല്ല വിവരവും കിട്ടിയോ ആ നായിന്റെ മോനെ പറ്റി? ചെറിയൊരു വിവരം കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴവൻ തനിച്ചാ, അഞ്ജന കൂടെ ഇല്ല. എങ്കിൽ ആദ്യം അവളെ കണ്ടുപിടിക്കുക അർജുൻ. ശ്രീധരൻ എവിടെയുണ്ടെന്ന് തൊത്ത പറയും പോലെ പറയിക്കാം നമുക്ക്. ആ വഴിക്ക് തന്നെയാ പോലീസ് നീങ്ങണത്. 1 മണിക്കൂറിനുള്ളിൽ അഞ്ജനയെ ഞങ്ങൾ കണ്ടെത്തും. കണ്ടെത്തിയ ഇങ്ങോട്ട് കൊണ്ടുവരണം ആ കഴിവുകളുടെ മോളെ. പിന്നെ എനിക്ക് നിന്റെ ഊർമിളയെ വേണ്ടടോ. കൈയോടെ തിരിച്ചു തന്നേക്കാം ഞാൻ. കാത്തിരുന്നോ, ഏറിയാൽ 2-3 മണിക്കൂർ. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുക ഞാൻ, ഊർമിളയുടെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഉണ്ടാവാൻ പാടില്ല. തമ്പി ചിരിച്ചു. പേടിക്കണ്ട അർജുൻ, നമ്മൾ ശത്രുക്കളാണെങ്കിലും ഈ നിമിഷം വരെ നിന്റെ പെണ്ണിനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ മറ്റേ പെണ്ണിനെ ജീവനോടെ തിരിച്ചു വേണമെന്ന് ശാഠ്യം പിടിക്കരുത്. അർജുൻ ലൈൻ കട്ട് ചെയ്തു. അപ്പൊ തന്നെ തമ്പി പ്രഭാകരനെ വിളിച്ചു. നിറഞ്ഞ ചിരിയോടെ അയാൾ പറഞ്ഞു, എല്ലാം ശുഭമായി കലാശിക്കാൻ പോവുക പ്രഭാകര. ഐശ്വര്യമുള്ള പെണ്ണ ഊർമിള. അവളെ കടത്തിക്കൊണ്ടു വന്നപ്പോഴടാ ഇതുവരെ ഇല്ലാണ്ടിരുന്ന ഭാഗ്യം തെളിഞ്ഞത്. ഇന്നും നാളെയുമായി ശത്രുക്കളൊക്കെ ഈയാമ്പാറ്റകളെ പോലെ വെന്തു തീരും. പിന്നെ നമ്മൾ ഒന്നിച്ച് ഈ നാടിന്റെ ജാതകം തിരുത്തി എഴുതും. ആശ്വാസത്തോടെ പ്രഭാകരൻ ചോദിച്ചു, ശ്രീധരനെ കിട്ടിയോ തമ്പി? കിട്ടാതെ എവിടെ പോവാൻ? ആ പെണ്ണില്ലേ, ആ അഞ്ജന, അവളെ ഉടനെ അർജുൻ എന്റെ ബംഗ്ലാവിൽ എത്തിക്കും. ഒളിച്ചോടിയതല്ലേ രണ്ടും കൂടി? പിന്നെന്തേ ഇടയ്ക്ക് വെച്ച് അവൻ അവളെ ഒഴിവാക്കിയത്? ഒഴിവാക്കിയതാവില്ല, ഒന്നിച്ചു പോയാ നമ്മുടെ കണ്ണു വെട്ടിക്കാൻ പറ്റുമോ? ബുദ്ധിപൂർവം കളിച്ചതാ രണ്ടുപേരും. അവൻ കാത്തു നിൽക്കാന്ന് പറഞ്ഞ സ്ഥലം ആ ഒരുമ്പൊട്ടോളുടെ നാവിന്തുമ്പിലുണ്ട്. ഒരു നിമിഷം കഴിഞ്ഞാണ് പ്രഭാകരൻ ചോദിച്ചത്, അഞ്ജന എങ്ങനെയാ തമ്പി? ഊർമിളയെ പോലെ തന്നെ ഫ്രഷ് ആണോ? തമ്പി അമർത്തി ചിരിച്ചു. ഫ്രഷാന്നൊന്നും പറയാൻ പറ്റില്ല. ഒരിക്കൽ ശ്രീധരൻ കാണേണ്ടതുപോലെ കണ്ടതാ അവളെ. പിന്നെ ആരും തൊട്ടിട്ടില്ല. എന്നാൽ ഉടനെ ഞാൻ അങ്ങോട്ട് വരാം. തമ്പി ഊർമിളെ മാത്രമല്ല, അവളെയും കൊല്ലാണ്ട് കാത്തു വെക്കണം. വേറൊന്നിനുമല്ല, ശ്രീധരന്റെ ആത്മാവിന് മോക്ഷം കിട്ടാൻ ഒരു കൂട്ടപ്രാർത്ഥന. എന്താ? സമ്മതിച്ച പോലെ തമ്പി ചിരിച്ചു. അപ്പോൾ ചന്ദ്രചൂഡന്റെ വീട്ടിൽ ശ്രീധരന്റെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു അഞ്ജന. അവളുടെ കണ്ണുകളിലെ നനഞ്ഞ തിളക്കത്തിലേക്ക് നോക്കി ശ്രീധരൻ ചോദിച്ചു, പേടിയുണ്ടോ നിനക്ക്? പതിഞ്ഞ ശബ്ദത്തിൽ അഞ്ജന പറഞ്ഞു, ഇല്ല. നീ പോണത് ചോരയ്ക്ക് കുതിക്കുന്ന ചെന്നായ്ക്കളുടെ ഇടയിലേക്കാണ്. ചെറിയൊരു പിഴവ് പറ്റിയാൽ അപ്പ പിച്ചി ചീന്തി വലിച്ചെറിയും കണ്ണി ചോരയില്ലാത്ത ദുഷ്ടക്കൂട്ടങ്ങള്. അഞ്ജന ശ്രീധരന്റെ കൈയെടുത്ത് നെഞ്ചിൽ വെച്ചു. സാരമില്ല, എല്ലാം ഊർമിളയ്ക്ക് വേണ്ടിയല്ലേ. ഞാൻ ചത്തുപോയാലും അവള് സുഖമായിട്ട് ജീവിക്കൂലോ. ശ്രീധരൻ മെല്ലെ നിശ്വസിച്ചു. തമ്പിയും പ്രഭാകരനും ഈ ഭൂമിയിൽ എങ്ങും ഇല്ലാണ്ടിരുന്നാലേ അങ്ങനെ സമാധാനിക്കാൻ പറ്റൂ. അവരെ ബാക്കി വെച്ചിട്ട് നമ്മൾ മരിക്കാൻ പാടില്ല അഞ്ജന. അഞ്ജനയ്ക്ക് ചിരി വന്നു. ജനനവും മരണവും ഒക്കെ തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ, ഈശ്വരനല്ലേ. ആർക്കും മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റില്ല. അച്ഛനും അമ്മയും മരിക്കുമെന്ന് ഒരു നിമിഷം മുമ്പെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ ഏട്ടനെ രക്ഷിക്കാൻ പറ്റുമായിരുന്നില്ലേ അവരെ? പറ്റിയില്ലല്ലോ. ശ്രീധരന്റെ ശബ്ദത്തിൽ അയാൾ അറിയാതെ തീ പടർന്നു. അവരുടെ ചിതയെന്ന് കൊളുത്തിയെടുത്ത തീയ ഇപ്പോഴും എന്റെ മനസ്സില്. അത് അണയ്ക്കാൻ 2 കൊലയാളികളുടെ ചോര വേണം. അഞ്ജന ശ്രീധരന്റെ മടിയിൽ നിന്നും മെല്ലെ എഴുന്നേറ്റു. അവൾ പറഞ്ഞു, ഞാൻ ഉള്ളിലൊരു മോഹം പറഞ്ഞോട്ടെ? ശ്രീധരൻ കൗതുകത്തോടെ അവളെ നോക്കി. ആരെയും പേടിക്കാണ്ട് നമ്മുടെ കൊച്ചു വീട്ടിൽ ഒരു രാത്രിയെങ്കിലും ഒന്നിച്ച് കഴിയണമെന്നുണ്ട് എനിക്ക്. അപ്പോഴെന്റെ മനസ്സിൽ നിറച്ച സ്നേഹമായിരിക്കും. അടുത്തുണ്ടായിട്ടും തരാൻ കഴിയാത്ത സ്നേഹം. യാന്ത്രികമായി ശ്രീധരൻ പറഞ്ഞു, കിട്ടാത്തതൊന്നും ആശിക്കരുത് അഞ്ജനെ. ഈ രാത്രി പിരിയാൻ പോവാണ് നമ്മൾ. ചിലപ്പോ ഇനി ഒരിക്കലും കണ്ടുമുട്ടിയെന്ന് വരില്ല. അഞ്ജനയുടെ ശബ്ദം പതറി. അറിയാം, എന്നാലും ഞാൻ പ്രാർത്ഥിക്കും ആ ഭാഗ്യം അടുത്ത ജന്മത്തിലെങ്കിലും കിട്ടാൻ.
അഞ്ജനയുടെ കണ്ണുകളിലേക്ക് ഉറ്റി നോക്കിക്കൊണ്ട് ശ്രീധരൻ ചോദിച്ചു. പേടിയില്ലെന്നല്ലേ പറഞ്ഞത്? അഞ്ജന മൂളി. എളിയിൽ തിരികിയിരുന്ന കത്തിയെടുത്ത് അവളുടെ നേരെ നീട്ടിക്കൊണ്ട് ശ്രീധരൻ പറഞ്ഞു. പിടിക്ക്. മടി കൂടാതെ അഞ്ജന കത്തി വാങ്ങി. ഇതുകൊണ്ട് നിനക്ക് ആരെയും കൊല്ലാൻ പറ്റിയെന്ന് വരില്ല, പക്ഷേ രക്ഷപ്പെടാൻ പറ്റും. അപ്പോ ഗോപാലപിള്ള അകത്തേക്ക് വന്നു. അയാൾ പറഞ്ഞു. സമയം വൈകുകയാണ് ശ്രീധര. അമർത്തി മൂളിക്കൊണ്ട് ശ്രീധരൻ അഞ്ജനയെ നോക്കി. എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്നാലും ചിന്തിക്കുന്നതിനേക്കാൾ വേഗത്തിൽ പ്രവർത്തിക്കുന്നവനാ തമ്പി. കണ്ണുകളിലെ ചെറിയ പതർച്ച പോലും മനസ്സുകൊണ്ട് അയാൾ തൊട്ടറിയും. ചീത്ത ഉദ്ദേശത്തോടെ ആരെങ്കിലും നിന്നെ തൊടാൻ വന്നാ അപ്പോ സ്വയം നെഞ്ചിൽ കുത്തിയിറക്കണം ആ കത്തി. പിന്നെ ആർക്കും നശിപ്പിക്കാനാവില്ലല്ലോ എന്റെ എന്റെ മാത്രമായ നിന്നെ. അഞ്ജനയുടെ കടക്കണിൽ ഒരു നീർത്തുള്ളി ഉരുണ്ടു. അടുത്തു ചെന്ന് ശ്രീധരൻ അവളുടെ കവിളിൽ ഒരു മുത്തം കൊടുത്തു. യാത്രയില്ല. സന്ധ്യ കഴിഞ്ഞപ്പോൾ ഒരു ടാറ്റ സിയാറ തമ്പിയുടെ ബംഗ്ലാവിന് മുന്നിൽ വന്നു നിന്നു. ഡോർ തുറന്ന് അർജുൻ ഇറങ്ങി. ഗേറ്റിന്റെ കൊളുത്ത് നീക്കി അയാൾ അകത്ത് കിടന്നപ്പോൾ കാവൽ നിന്നിരുന്ന കറുത്ത തടിയൻ സെൽഫോണിലൂടെ തമ്പിക്ക് മെസ്സേജ് കൊടുത്തു. ഉള്ളിലെ സന്തോഷം മറച്ചു വെക്കാതെയാണ് തമ്പി പുറത്തു വന്നത്. അയാളെ കണ്ടയുടനെ അർജുൻ പറഞ്ഞു. ആ പെണ്ണിനെ കണ്ടുപിടിച്ചു. ശ്രീധരൻ എവിടെയുണ്ടെന്നും വിവരം കിട്ടി. തമ്പി അർജുന്റെ അടുത്തേക്ക് കാറ്റ് പോലെ പാഞ്ഞു വന്നു. എവിടെ എവിടെയുണ്ടാ നായിന്റെ മോൻ? പറയാം. അതിനു മുമ്പ് എനിക്ക് ഊർമിളയെ കാണണം. അവക്കൊരു പോറൽ പോലും പറ്റിയിട്ടില്ലെന്ന് ബോധ്യമാവണം. തമ്പി അർജുനെ തറച്ചു നോക്കി. ഞാനവിടെ കാട്ടിത്തന്നില്ലെങ്കിലോ? നിസ്സംഗനായി അർജുൻ പറഞ്ഞു. ശ്രീധരനെ അറസ്റ്റ് ചെയ്ത് ഞാൻ കോടതിയിൽ എത്തിക്കും. പിന്നെ നിങ്ങൾക്ക് അവനെ കണി കാണാൻ പോലും കിട്ടില്ല. അതിനു മുമ്പ് ഞാൻ നിന്നെ കൊന്നാലോ? അർജുൻ ചിരിച്ചു. പോലീസിന് ഇപ്പൊ ശ്രീധരനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 2 ജീവൻ കൂടി അവൻ എടുക്കും തമ്പി. ഒന്ന് നിങ്ങളുടെ, പിന്നെ മുഖ്യമന്ത്രി പ്രഭാകരന്റെ. കൈകൾ കൂട്ടി ഞെരിച്ചുകൊണ്ട് തമ്പി പറഞ്ഞു. ശരി, സമ്മതിച്ചു. ഊർമിളയെ കാട്ടിത്തരാം. പക്ഷെ ഒരു കാര്യം, ഇനി ശ്രീധരനെ ഞാൻ പോലീസിന് വിട്ടുതരില്ല. ശവത്തിന് പോലും അവകാശം പറയരുത്. എനിക്ക് വേണം അവനെ. ഈ ബംഗ്ലാവിന്റെ മുന്നിലിട്ട് വെട്ടി നുറുക്കാൻ. സമ്മതിച്ചോ? അർജുൻ തലയാട്ടി. അകത്തേക്ക് നോക്കി തമ്പി വിളിച്ചു. ജഡേജ. അജാനുബാഹുവായ ഒരു ഗുണ്ട പുറത്തേക്ക് വന്നു. ആ കഴിവേറുടെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവാടാ. ജഡേജ ബംഗ്ലാവിന് പിന്നിലുള്ള ഗോഡൌണിലേക്ക് പോയി. അധികം വൈകാതെ തന്നെ അയാൾ ഊർമിളയെ തൂക്കിയെടുത്തുകൊണ്ട് തമ്പിയുടെ അടുത്തെത്തി. അവളുടെ കൈകൾ പിന്നിൽ നിന്നും ചേർത്ത് കെട്ടിയിരുന്നു. വായിൽ തുണിയും തിരികിയിരുന്നു. ജഡേജ അവിടെ അർജുന്റെ കാൽച്ചുവട്ടിലേക്ക് ഇട്ടു. തമ്പി പറഞ്ഞു. നല്ലോണം നോക്കിക്കോ. കൊണ്ടുപോയ അതേ കണ്ടീഷനിൽ തന്നെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് ഞാൻ. ഇനി പറയ്, എവിടെയാ ശ്രീധരൻ? അതിനുത്തരം പറയാതെ അർജുൻ കുനിഞ്ഞ് ഊർമിളയെ പൊക്കിയെടുത്തു. വായിൽ നിന്നും തുണി എടുത്തു മാറ്റി. സെഡേഷന്റെ മയക്കത്തിലായിരുന്നെങ്കിലും ഊർമിള അർജുനെ തിരിച്ചറിഞ്ഞു. തേങ്ങിക്കരഞ്ഞുകൊണ്ട് അവൾ അർജുന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അർജുൻ ഊർമിളയുടെ കയ്യിലെ കെട്ടഴിക്കാൻ തുടങ്ങിയപ്പോൾ തമ്പി ഗർജിച്ചു. ശ്രീധരൻ എവിടെയുണ്ടെന്ന് പറയടാ. ഊർമിളയുടെ കയ്യിലെ കെട്ടഴിച്ചു മാറ്റിയിട്ട് അർജുൻ ചോദിച്ചു. പറഞ്ഞാ എനിക്ക് ഇവളെ കൊണ്ടുപോകാമല്ലോ? തമ്പി നീട്ടിമൂളി. ഗേറ്റിന് നേരെ നോക്കി അർജുൻ ഉറക്കെ വിളിച്ചു. കിരൺ. ആ നിമിഷം ഗേറ്റ് കടന്ന് ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ അകത്തേക്ക് വന്നു. രഘുവിന് പകരം പുതുതായി ചാർജ് എടുത്ത സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു അയാൾ. പിന്നാലെ പുതിയ സബ് ഇൻസ്പെക്ടർ സലീം. അയാളോടൊപ്പം അഞ്ജനയും ഉണ്ടായിരുന്നു. അവളെ കണ്ടതോടെ തമ്പി ഉന്മാദത്തോടെ ചിരിച്ചു. അഞ്ജന അടുത്തു വന്നപ്പോൾ അർജുൻ പറഞ്ഞു. ശ്രീധരൻ എവിടെയുണ്ടെന്ന് അയാൾക്ക് പറഞ്ഞു കൊടുക്ക്. പേടിയോടെ തമ്പിയെ നോക്കിക്കൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ അഞ്ജന പറഞ്ഞു. കമ്പക്കല്ലിൽ. തമ്പിയുടെ ചിരി നിന്നു. കമ്പക്കല്ലിൽ എവിടെ? മുതലാളിയുടെ കഞ്ചാവ് തോട്ടത്തിൽ. രഹസ്യം ചോർന്നുപോയെന്ന് തമ്പിക്ക് മനസ്സിലായി. അയാൾ അർജുനെ നോക്കി. എല്ലാം ഇവൾ പറഞ്ഞുവല്ലേ? അർജുൻ പുഞ്ചിരിച്ചു. പേടിക്കണ്ട, ഇപ്പോഴും നാർക്കോട്ടിക് വിങ്ങിന് വിവരം കിട്ടിയിട്ടില്ല. പക്ഷേ സൂക്ഷിക്കണം തമ്പി. മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ട അത്ര എളുപ്പമൊന്നും പുറം ലോകം കാണാൻ പറ്റില്ല. ഏത് കൊലകൊമ്പൻ കൂടെ ഉണ്ടെങ്കിലും. ആരാടി നിനക്കിതൊക്കെ പറഞ്ഞു തന്നത്? മറുപടി വൈകിയില്ല. ചന്ദ്രചൂഡന്റെ അച്ഛൻ ഗോപാലപിള്ള. ജഡേജയെ നോക്കി തമ്പി ഗർജിച്ചു. എന്നാ ആദ്യം അവൻ. ചെല്ലടാ, പോയി കൊന്നിട്ട് വാ. ജഡേജയും 4-5 ഗുണ്ടകളും ഒരു ജീപ്പിൽ ഗോപാലപിള്ളയുടെ വീട്ടിലേക്ക് കുതിച്ചു. അർജുൻ പറഞ്ഞു. അത്ര എളുപ്പം ശ്രീധരനെ നിങ്ങൾക്ക് വലയിലാക്കാൻ പറ്റില്ല തമ്പി. അവനെ പോലീസിന് വിട്ടു തന്നേക്ക്. തമ്പി ഉറക്കെ ചിരിച്ചു. ഇനി അവന് എന്റെ കണ്ണ് വെട്ടിക്കാൻ പറ്റില്ല അർജുൻ. ശ്രീധരനെ തേടി കമ്പക്കല്ലിലേക്ക് പോകാൻ പോണത് ഞാൻ മുംബൈയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള 50 പ്രൊഫഷണൽ കില്ലേഴ്സാ.
അവന്മാര് അവനെ 50 കഷ്ണമാക്കി മുറിക്കും. ഇപ്പൊ തന്നെ നിങ്ങൾ എല്ലാവരും കമ്പക്കല്ലിലേക്ക് പോണം. കൂടെ അർജുനെയും കൊണ്ടുപോക്കോ. ഇവളുണ്ടെങ്കിൽ ചിലപ്പോ നായിന്റെ മോനെ ജീവനോടെ കിട്ടിയെന്ന് വരും. തമ്പി അറിയാതെ അർജുനും അഞ്ജനയും പരസ്പരം നോക്കി. അഞ്ജന സാരിക്കിടയിൽ തിരികെ വെച്ചിരുന്ന കത്തിയിൽ മെല്ലെ ഒന്ന് തലോടി. ഗുണ്ടകൾ അഞ്ജനയും കൊണ്ട് കമ്പക്കല്ലിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അർജുൻ പറഞ്ഞു, നമ്മൾ തമ്മിലുള്ള എല്ലാ ഇടപാടും ഇതോടെ തീർന്നു. ഇനി ഊർമിള വിട്ടു തന്നേക്ക്. ഐ എം സോറി അർജുൻ. ഈ രാത്രി കൂടി ഇവളെ എനിക്ക് വേണം. പുലർച്ചെ വീട്ടിലെത്തിച്ചേക്കാൻ ഞാൻ. മിന്നൽ പോലെയാണ് കിരണിന്റെ കൈ പാൻസിന്റെ ഹിപ്പ് പോക്കറ്റിലേക്ക് താഴ്ന്നത്. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് റിവോൾവർ ശബ്ദിച്ചു 2 വട്ടം. തമ്പിയുടെ ഇടതും വലത്തും നിന്നിരുന്ന 2 ഗുണ്ടകൾ തറയിൽ വീണ് പിടഞ്ഞു. സലീമിന്റെ കയ്യിലും അപ്പോഴൊരു റിവോൾവർ ഉണ്ടായിരുന്നു. അകത്തേക്ക് നോക്കി തമ്പി ഗർജിച്ചു, വാൾട്ടർ! പെട്ടെന്ന് ഗേറ്റിനടുത്ത് നിന്നിരുന്ന ഗുണ്ടയുടെ ദിഗന്ധം പിളരുന്ന നിലവിളി ഉയർന്നു. വേവലാതിയോടെ തമ്പി അങ്ങോട്ട് നോക്കി. നൈറ്റ് സ്ക്വാഡിലെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ മലവെള്ളം പോലെ സിറ്റ് ഔട്ടിലേക്ക് കുതിച്ചു വരുന്നത് അയാൾ കണ്ടു. ദൂരെ ബുള്ളറ്റുകൾ ഉതിർന്നു. നിലവിളികൾ പിടഞ്ഞു തീർന്നു. ജീവിതത്തിൽ ആദ്യമായി മനസാന്നിധ്യം നഷ്ടപ്പെട്ട തമ്പി തളർന്നു നിന്നു. അർജുൻ പറഞ്ഞു, മുഖ്യമന്ത്രി പ്രഭാകരനുള്ള സമ്മാനമായി നിന്റെ ശവം കൊടുക്കാൻ ഒരേ ഒരു ബുള്ളറ്റ് മതി എനിക്കിപ്പോ. പക്ഷെ അങ്ങനെ നീ മരിച്ച ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് പരിഹാരമാവില്ല. നീ എങ്ങനെ ചാകണമെന്ന് ദിവസങ്ങൾക്ക് മുമ്പേ ഒരാൾ തീരുമാനിച്ചിട്ടുണ്ട്. തൂണ് പിളർന്നും അവൻ നിന്റെ മുമ്പിൽ വരും തമ്പി. ഊർമിളയും കൂട്ടി അർജുൻ പുറത്തേക്ക് നടന്നു. അപ്പോൾ ജഡേജയും കൂട്ടരും ഗോപാലപിള്ളയുടെ വീട്ടിലെത്തിയിരുന്നു. വാതിൽ ചവിട്ടി പൊളിച്ച് അവരകത്ത് കടന്നു. വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. പാതിരാത്രിയോടെയാണ് തമ്പിയുടെ ഗുണ്ടകൾ കമ്പക്കല്ലിലെ കഞ്ചാവ് തോട്ടത്തിലെത്തിയത്. ഒരാൾക്ക് മാത്രം കഷ്ടിച്ച് നടന്നു പോകാവുന്ന കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ ആയാസപ്പെട്ട് അവർ ഓരോ ചുവടും വെച്ചു. അഞ്ജനയും വല്ലാതെ തളർന്നിരുന്നു. മുൾച്ചെടികൾ ഒടുക്കി അവളുടെ ശരീരം ആകെ മുറിഞ്ഞു. ഏറെ ദൂരം നടന്നിട്ടും പരിസരത്ത് ഒരനക്കം പോലും കേട്ടില്ല. ഗുണ്ടകളിൽ ഒരാൾ അവളുടെ മുടിക്കുത്തിൽ ചുറ്റിപ്പിടിച്ചു. എവിടെയാടി നിന്റെ മറ്റവൻ കാത്തു നിൽക്കണത്? ഇവിടെ അടുത്തെവിടെ ഒരു ഏറുമാടമുണ്ട്, അയാൾ ഒപ്പമുള്ളവരോട് പറഞ്ഞു. നിങ്ങൾ ഇവിടെ നിൽക്ക്. ഈ നായിന്റെ മോള് പറഞ്ഞത് ശരിയാണെന്ന് നോക്കിയിട്ട് വരാൻ ഞാൻ. അയാൾ അഞ്ജനയെ പിടിച്ച് മുന്നോട്ട് തള്ളി. നടക്കടി. മുന്നിൽ വഴിയുണ്ടായിരുന്നില്ലെങ്കിലും കഞ്ചാവ് ചെടികൾ വകഞ്ഞു മാറ്റി അവൾ മുന്നോട്ട് നീങ്ങി. പിന്നാലെ ഗുണ്ടയും. കഞ്ചാവ് തോട്ടത്തിനപ്പുറം കിഴുക്കാൻ തൂക്കായ മലനിരകളായിരുന്നു. അരണ്ട നിലാവെളിച്ചത്തിൽ ഒടുവിൽ അവർ അത് കണ്ടു. തെല്ലകലെയായി വലിയൊരു മരത്തിനു മുകളിൽ വൈക്കോൽ മേഞ്ഞ ഏറുമാടം. അഞ്ജനയും വലിച്ചയച്ചുകൊണ്ട് അയാൾ അങ്ങോട്ട് കുതിച്ചു. കയറേണിയിൽ തൊടാനായില്ല. അതിനു മുമ്പ് കഴുത്തിനടുത്ത ഒരു കുടുവാൾ പൊളഞ്ഞു. ആരോ വായു പൊത്തിപ്പിടിച്ചു. നേരിയ ശബ്ദം പോലും കേട്ടില്ല. ഗുണ്ട ചലനമറ്റ് കുന്നിൻ ചെരുവിലൂടെ താഴേക്കുരുണ്ടു. തൊട്ടടുത്ത് അഞ്ജന ശ്രീധരന്റെ സാന്നിധ്യം അറിഞ്ഞു. നിലവിളി അടക്കിക്കൊണ്ട് അവൾ അയാളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഏറുമാടത്തിനുള്ളിൽ ഒരടയാളം പോലെ പന്തം കത്തി. പെട്രോളിൽ കുതിർന്നു നിന്നിരുന്ന കഞ്ചാവ് ചെടികൾക്ക് ആ നിമിഷം തീ പിടിച്ചു. തോട്ടത്തിനുള്ളിൽ നിന്നും ദീനരോധനമുയർന്നു. ഒപ്പം മാംസം കരിയുന്ന മണവും പരന്നു. അഞ്ജന പേടിയോടെ കണ്ണുകളടച്ചു. അവളെ തഴുകിക്കൊണ്ട് നിസ്സംഗനായി ശ്രീധരൻ പറഞ്ഞു, ശത്രുക്കളെ പച്ചയ്ക്ക് കൊല്ലാൻ വേണ്ടി രാഷ്ട്രീയക്കാർ വളർത്തി വലുതാക്കിയ ചെകുത്താമാര തീയിൽ വെന്തൊഴുകുന്നത്. ചത്തു തൊലയട്ടെ. നമ്മുടെ നാടിന് അല്പമെങ്കിലും ആശ്വാസം കിട്ടുമല്ലോ. അപ്പോൾ ഒരു വെളിപ്പാടകലെ അവർ ദിഗന്ധം പിളരുന്ന അലർച്ച കേട്ടു. അഞ്ജനയും ശ്രീധരനും ഒരുപോലെ അങ്ങോട്ട് നോക്കി. കഞ്ചാവ് തോട്ടത്തിനുള്ളിൽ നിന്ന് ജീവനുള്ള തീപ്പന്ത പോലെ ഒരു ഗുണ്ട അവരുടെ നേരെ പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. അയാൾ ഓടി വരുന്നത് കെട്ടിപ്പിടിച്ച് ചുട്ടുകൊല്ലാനാണെന്ന് ശ്രീധരന് മനസ്സിലായി. ഏറുമാടത്തിനുള്ള സ്റ്റെൻ ഗണ്ണെടുക്കാനായി അയാൾ കയറേണിയിലേക്ക് വലിഞ്ഞു കയറി. അഞ്ജനയ്ക്ക് അതിൽ പിടുത്തം കിട്ടിയില്ല. കാൽ വഴുതി അവൾ താഴേക്ക് വീണു. പാതി കയറിയ ശ്രീധരൻ തിടുക്കത്തിൽ താഴേക്കിറങ്ങി അഞ്ജനയെ പിടിച്ചു. അവളെയും കൊണ്ട് അയാൾക്ക് കയറേണിയിൽ കയറാനായില്ല. അപ്പോൾ തൊട്ടു മുന്നിൽ തീനാളമുലഞ്ഞു. അഞ്ജനയെ താഴേക്കിട്ട് രണ്ടും കൽപ്പിച്ച് ശ്രീധരൻ അയാളുടെ നേരെ തിരിഞ്ഞു. അയാൾ കൈകൾ നീട്ടി ശ്രീധരന്റെ നേരെ പറന്നു. പെട്ടെന്ന് പിന്നിൽ നിന്നാരോ ഗുണ്ടയെ വട്ടം പിടിച്ച് പിന്നോട്ട് വലിച്ചു. ഒപ്പം മറ്റൊരു നിലവിളി കൂടി കേട്ടു, പൊള്ളിയടർന്ന വാക്കുകളോടൊപ്പം. രക്ഷപ്പെട്ടോ ശ്രീധര, ഇവനെ ഇവനെ ഞാൻ. രണ്ടുപേരും താഴെ വീണു പിടഞ്ഞു. രക്ഷിക്കാൻ എത്തിയത് ഗോപാലപിള്ളയാണെന്ന് മനസ്സിലായപ്പോൾ അറിയാതെ ശ്രീധരന്റെ മനസ്സ് ആർദ്രമായി. അപ്പോഴും കൺമുന്നിൽ അലറി വിളിച്ച് കത്തിത്തീരുന്നുണ്ടായിരുന്നു അയാൾ. ആ കാഴ്ച കാണാൻ കരുത്തില്ലാതെ അഞ്ജന മുഖം പൊത്തി കരഞ്ഞു. നേരം പുലർന്നിട്ടും കമ്പക്കല്ലിൽ നിന്ന് ആരും വിളിച്ചില്ല. അങ്ങോട്ട് പോയവരും മടങ്ങിയെത്തിയില്ല. തമ്പി ആകെ അസ്വസ്ഥനായി. എന്ത് സംഭവിച്ചു എന്നറിയാൻ അയാൾ ജഡേജയെ കമ്പക്കല്ലിലേക്ക് അയച്ചു. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അയാൾ അറിയിച്ചത്. കഞ്ചാവ് തോട്ടം മുഴുവനും കത്തി നശിച്ചു. നമ്മുടെ ആളുകൾ ആരും ബാക്കിയില്ല.
തമ്പി അട്ടഹസിച്ചു. എങ്ങനെ എങ്ങനെയാ അവൻ ഒറ്റയ്ക്ക്? കഞ്ചാവ് ചെടികൾ മുഴുവൻ നേരത്തെ തന്നെ അവൻ പെട്രോളിൽ കുതിർത്ത് വച്ചിരുന്നു മുതലാളി. സൂത്രത്തിൽ അഞ്ജനയെ മാറ്റിയിട്ട്. ഇല്ലടാ, ഇല്ല. നമ്മുടെ ആളുകളോടൊപ്പം അവനും ചാമ്പലായിട്ടുണ്ടാവും. പെട്രോൾ ഒഴിച്ചു കുതിർത്തു എന്നല്ലേ പറഞ്ഞത്? അപ്പോ തീ ആളി പടർന്നിട്ടുണ്ടാവും. പിന്നെ എങ്ങനെ രക്ഷപ്പെടാൻ? അന്വേഷിക്ക്. കാണുന്നവരോടൊക്കെ ചോദിക്ക്. അടയാളവും പറഞ്ഞു കൊടുക്ക്. രണ്ടും കത്തി തീർന്നു എന്ന് കേട്ടാലേ എനിക്ക് സമാധാനമുള്ളൂ. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ജഡേജ വീണ്ടും വിളിച്ചു. കാറ്റുപോലെ പറന്നു വന്നാണ് തമ്പി ഫോൺ എടുത്തത്. രണ്ടും കടന്നു കളഞ്ഞു മുതലാളി. ശരിക്കും അന്വേഷിച്ചോടാ നീ? ഒരാണും പെണ്ണും കൂടെ കുന്നിറങ്ങി വരണത് പലരും കണ്ടിട്ടുണ്ട്. അത് ശ്രീധരനും അവന്റെ പെണ്ണുമാണെന്ന് നീ അങ്ങ് ഉറപ്പിച്ചോ നോയിന്റെ മോനെ? ഇവിടെ എല്ലായിടത്തും കൊലയാളിയാന്നും പറഞ്ഞ് പോലീസ് ശ്രീധരന്റെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. കണ്ടവരൊക്കെ അവനെ തിരിച്ചറിഞ്ഞു മുതലാളി. അടയാളങ്ങളൊക്കെ കൃത്യം. അത് ശ്രീധരനും അഞ്ജനയും തന്നെയാ. അവറ്റകൾക്ക് പൊള്ളലേറ്റിട്ടുണ്ടോടാ? ഇല്ല മുതലാളി. അവരെങ്ങോട്ടാ പോയതെന്ന് ചോദിച്ചറിഞ്ഞില്ലേ നീ? അവനോട് എന്തെങ്കിലും ഒന്നും മിണ്ടാൻ എല്ലാവർക്കും പേടിയായിരുന്നു. അതുകൊണ്ട് ആരും അടുത്തേക്ക് പോലും ചെന്നില്ല. ദേഷ്യമടക്കാനാവാതെ തമ്പി ഉറക്കലറി. ഏതെങ്കിലും വണ്ടിയെ കയറി ഒന്ന് അന്വേഷിച്ചോ? ഒരു ലോറി കയറി പോയെന്നാ പറഞ്ഞത്. എന്നാ അടുത്തുള്ള ചെക്ക് പോസ്റ്റുകളിലൊക്കെ അന്വേഷിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വിളിക്ക്. ഉച്ചയോടെ തമ്പിക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടി. ഐഷറിന്റെ ഒരു മിനി ലോറി തിരുവനന്തപുരത്തേക്ക് പോയിട്ടുണ്ട്. അതിൽ തേയില നിറച്ച കാർഡ്ബോർഡ് പെട്ടികൾ. 30-35 വയസ്സ് പ്രായം തോന്നിക്കുന്ന സാമാന്യം തടിയുള്ള ആളാണ് ഡ്രൈവർ. ചെളിയുടെ നിറമുള്ള പാൻസും ചാരനിറത്തിലുള്ള ഷർട്ടുമാണ് വേഷം. കൂടെയുള്ള പെണ്ണ് വെളുത്തിട്ടാണ്. കാണാൻ ചന്തമുള്ള മുഖം. ഡ്രൈവറുടെ ഭാര്യ തന്നെ. തിരുവനന്തപുരം രജിസ്ട്രേഷനുള്ള ആ മിനി ലോറിയുടെ നമ്പറും ജഡേജ തമ്പിക്ക് പറഞ്ഞു കൊടുത്തു. തമ്പിക്ക് അപകടം മണത്തു. ശ്രീധരനും അഞ്ജനയുമാണ് ലോറിയിൽ. ഡ്രൈവറെ കൊന്നിട്ട് മിനി ലോറിയിൽ തിരുവനന്തപുരത്തേക്ക് കുതിക്കുകയാണ് അവൻ. ലക്ഷ്യം മറ്റാരുമല്ല, മുഖ്യമന്ത്രി പ്രഭാകരൻ. അർജുൻ പറഞ്ഞത് ശരിയാണ്. പകയുള്ള മൂർഖന്റെ ഇനമാണ് അവൻ. തൂണ് പിളർന്നായാലും മുന്നിൽ വന്നെത്തും. കൊല്ലാനും ചാവാനും തയ്യാറായിട്ട്. അപ്പൊ തന്നെ അയാൾ പ്രഭാകരനെ വിളിച്ചു. നിന്റെ കാലൻ ഐഷറിന്റെ ഒരു മിനി ലോറിയിൽ അങ്ങോട്ട് വരുന്നുണ്ട്. പോലീസിന് നിന്നെ രക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമില്ല പ്രഭാകര. പെട്ടെന്ന് വേറെ എന്തെങ്കിലും വഴി നോക്കിക്കോ. എല്ലാ ഡീറ്റെയിൽസും അയാൾ പറഞ്ഞു കൊടുത്തു. അങ്ങേ തലയ്ക്കൽ തമ്പി തീ പോലെ ആളിയിട്ടും അക്ഷോഭിനായി പ്രഭാകരൻ ചോദിച്ചു. എന്താ പെട്ടെന്നൊരു ഇടയിളക്കം? അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിച്ചോ തമ്പി? കമ്പക്കല്ലിലെ കഞ്ചാവ് തോട്ടത്തിലിട്ട് എന്റെ മുഴുവൻ ആളുകളെയും അവൻ ചുട്ടുകൊന്നു പ്രഭാകര. അതുകൊണ്ടാ പറയണത്, സൂക്ഷിക്കണം. വേഗം ആ മിനി ലോറി ട്രേസ് ചെയ്യാൻ നോക്ക്. പ്രഭാകരൻ ചിരിച്ചു. എനിക്ക് വേണ്ടി കാത്തു വെച്ചിരുന്ന കിളിയും പറന്നു പോയിട്ടുണ്ടാവും അല്ലെ? കുറ്റം സമ്മതിക്കുന്നത് പോലെ തമ്പി പറഞ്ഞു. എല്ലാത്തിനും പിന്നിലുള്ളത് ആ കള്ള കഴിവരുടെ മോനാ, SP അർജുൻ. ഇപ്പൊ അവന്റെ സഹായത്തോടെയാ ശ്രീധരന്റെ ഓരോ നീക്കവും. സംസാരിച്ച് സമയം കളയണ്ട. വഴിയിലിട്ട് ചുട്ടുകൊന്നില്ലെങ്കിൽ ഈ രാത്രി തന്നെ നിന്റെ ബംഗ്ലാവിലെത്തും അവൻ. വേണമെങ്കിൽ ഒരേ ഒരു ഫോൺ കോൾ കൊണ്ട് എനിക്ക് ആ ലോറി കണ്ടുപിടിക്കാൻ പറ്റും. 1-2 മണിക്കൂറിനുള്ളിൽ ശ്രീധരനെ പൊരിച്ചെടുത്ത് ഈ ബംഗ്ലാവിന്റെ മുന്നിൽ ഇട്ടു തരും എന്റെ പോലീസ്. പക്ഷേ ഈ നാട്ടിലെ മുൻ മുഖ്യമന്ത്രിയുടെ പൊന്നോമന പുത്രൻ നാടും നാട്ടാരും അറിയാതെ വെറുതെ അങ്ങനെ ചാവാൻ പാടില്ല. ഇപ്പോഴും ശ്രീധരനെ പറ്റി നിനക്ക് ഒന്നും അറിയില്ല പ്രഭാകര. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഞാൻ പറയണത് അനുസരിക്ക്. അവനോട് കളിക്കാൻ നിൽക്കണ്ട. പ്രഭാകരൻ ചിരിച്ചു. ഇത് രാഷ്ട്രീയക്കാരുടെ നാറിയ കളിയാടോ. ഒരിക്കലും അവന് ജയിക്കാൻ പറ്റില്ല. തമ്പി എന്തോ പറയാനൊരുങ്ങി. അത് കേൾക്കാൻ നിൽക്കാതെ പ്രഭാകരൻ ലൈൻ കട്ട് ചെയ്തു. രാത്രി 10 മണിയോടെ പ്രഭാകരന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് അവസാനത്തെ സന്ദർശകരും തിരിച്ചുപോയി. ഒരു സംഘം പോലീസുകാർ മാത്രമാണ് അവിടെ പിന്നെ അവശേഷിച്ചത്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മുറികൾക്കുള്ളിലെ ലൈറ്റുകളും അണഞ്ഞു. കാവൽക്കാർ ഗേറ്റ് അടിച്ച് തഴുതിട്ടു. അത്രയും നേരം മതിലിനോട് ചേർന്ന് ഇരുട്ടിൽ അലിഞ്ഞു നിൽക്കുകയായിരുന്നു ശ്രീധരൻ. ആരും ശ്രദ്ധിക്കില്ലെന്ന് ഉറപ്പായപ്പോൾ കയ്യിലിരുന്ന എയർ ബാഗ് ശരീരത്തോട് ചേർത്ത് പിടിച്ച് അയാൾ മതിൽ ചാടിക്കടന്നു. വളരെ പെട്ടെന്ന് അയാൾ നിഴലിലേക്ക് ഉരുണ്ടു. 5 മിനിറ്റോളം പുൽത്തടിയിൽ പതിഞ്ഞു കിടന്നിട്ടും ആരും അറിഞ്ഞില്ല. റോന്തു ചുറ്റിയിരുന്ന പോലീസുകാർ ബംഗ്ലാവിന് പിന്നിലേക്ക് പോയപ്പോൾ മെല്ലെ എഴുന്നേറ്റ് അയാൾ ഓരോ അടിയായി മുന്നോട്ട് വെച്ചു. ഒട്ടും വൈകാതെ അയാൾ കാർ പോർച്ചിലെത്തി. പിന്നെ പാർക്ക് ചെയ്തിരുന്ന ബെൻസ് കാറിനടിയിലേക്ക് ഉരുണ്ടു. അവിടെ കിടന്നുകൊണ്ട് അയാൾ സിറ്റ് ഔട്ടിലേക്ക് നോക്കി. ചെറിയൊരു ട്യൂബ് ലൈറ്റ് കത്തുന്നുണ്ട്. പക്ഷെ മുൻവശത്തെ വാതിൽ അടച്ചിട്ടില്ല. പ്രഭാകരൻ ഉറങ്ങിയിട്ടില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. തന്നെ ഒരിക്കലും അയാൾ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടാവും കാര്യമായ സെക്യൂരിറ്റി ഇല്ലാത്തത്. സിറ്റ് ഔട്ടിലുണ്ടായിരുന്ന 2 പോലീസുകാർ എന്തോ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. അതിനിടയിൽ ശ്രീധരൻ എയർ ബാഗിൽ നിന്ന് സ്റ്റെൻ ഗൺ എടുത്തിരുന്നു. കാൽമെരുമാറ്റം കേൾപ്പിക്കാതെ ഒറ്റ കുതിപ്പിന് അയാൾ സിറ്റ് ഔട്ടിലെത്തി.
പിന്നെ നിഴലിന്റെ മറപറ്റി ഹാളിലേക്ക്, അവിടെ നിന്നും ബെഡ്റൂമിലേക്ക്. ബംഗ്ലാവിനുള്ളിൽ ആരെയും കണ്ടില്ല. ചെറിയൊരനക്കം പോലും കേട്ടില്ല. ചതി പറ്റിയോ എന്ന് ശങ്കിച്ചു നിൽക്കുമ്പോൾ പൊടുന്നനെ ലൈറ്റുകളെല്ലാം തെളിഞ്ഞു. നടുങ്ങിക്കൊണ്ട് ശ്രീധരൻ സിറ്റ് ഔട്ടിലേക്ക് തിരിഞ്ഞു. കൺമുന്നിൽ 1000 സൂര്യൻ ഒന്നിച്ചുദിച്ചതുപോലെയുള്ള പ്രഭാപൂരം. ഗേറ്റ് കടന്ന് എണ്ണമറ്റ വാഹനങ്ങൾ ബംഗ്ലാവിന് നേരെ വരുന്നത് അയാൾ കണ്ടു. എല്ലാത്തിലും സായുധരായ പോലീസ് സംഘം. പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ സ്റ്റെൻഗൺ നീട്ടിപ്പിടിച്ചുകൊണ്ട് ശ്രീധരൻ അട്ടഹസിച്ചു. അടുക്കരുത്, കൊല്ലു ഞാൻ. ആ നിമിഷം അസിസ്റ്റന്റ് കമ്മീഷണർ രാജേന്ദ്രൻ കാറിനുള്ളിൽ നിന്ന് ഒരു യുവതിയെ വലിച്ചു പുറത്തേക്കിട്ടു. ശ്രീധരൻ ഞെട്ടലോടെ കണ്ടു, അഞ്ജന. അവളുടെ നേരെ റിവോൾവർ ചൂണ്ടി അയാൾ ചോദിച്ചു, ഇനി പറ, കൊല്ലണോ നിനക്ക്? ശ്രീധരൻ സ്തബ്ധനായി. ഗൺ പിടിച്ചിരുന്ന അയാളുടെ കൈ വിറച്ചു. ഡിവൈഎസ്പി ഉസ്മാൻ മുന്നോട്ട് വന്നു. മര്യാദയ്ക്ക് ഗൺ താഴെയിട്ടോ, അല്ലെങ്കിൽ നിന്നേക്കാൾ മുമ്പ് നിന്റെ പെണ്ണു മരിക്കും. റിവോൾവർ തട്ടിമാറ്റി അഞ്ജന എഴുന്നേറ്റു. ഈറ്റപ്പുലിയെ പോലെ അവൾ ചീറി. ആ തോക്കുകൊണ്ട് ഒരുപാട് പേരെ കൊല്ലാൻ പറ്റില്ലേ? പിന്നെ എന്തിനാ മടിച്ചു നിൽക്കണ? കൊല്ല് ശ്രീധരേട്ടാ, കൊല്ല്. സി ഐ വിശ്വനാഥൻ അഞ്ജനയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. കൊല്ലാൻ പറഞ്ഞു കൊടുക്കുന്നു കൊഴുവയുടെ മോളെ, കീഴടങ്ങാൻ പറയടി, അല്ലെങ്കിൽ നിന്നെ ഞാൻ. അരുത്, അരുത്, അവളൊന്നും ചെയ്യരുത്. ശ്രീധരൻ ഗൺ താഴെയിട്ട് അഞ്ജനയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അഞ്ജന അയാളെ കെട്ടിപ്പിടിച്ച വാവിട്ട് കരഞ്ഞു. അവളെ തഴുകിക്കൊണ്ട് അയാൾ ചോദിച്ചു, നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചോ? മറുപടി പറഞ്ഞത് സർക്കിൾ ഇൻസ്പെക്ടർ വിശ്വനാഥാണ്. ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ കോർട്ടിലെത്തിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഇവളുടെ ഷേപ്പ് ഒന്ന് മാറ്റിയെടുക്കും. ശ്രീധരൻ കൈ ചുരുട്ടിക്കൊണ്ട് മുന്നോട്ടാണെങ്കിലും അസിസ്റ്റന്റ് കമ്മീഷണർ രാജേന്ദ്രൻ അയാളെ തടഞ്ഞു. വെറുതെ ശരീരം നോവിക്കണ്ട, കലി കയറി നിൽക്കുക പോലീസുകാരെല്ലാം. തല്ലാൻ പറഞ്ഞ കൊല്ലും അവര്. ഡിവൈഎസ്പി ഉസ്മാൻ വിലങ്ങെടുത്തു. രാജേന്ദ്രൻ പറഞ്ഞു, ഭാര്യയും ഭർത്താവുമല്ലേ, രണ്ടുപേർക്കും കൂടി ഒന്ന് മതി. ഉസ്മാൻ ശ്രീധരന്റെയും അഞ്ജനയുടെയും കൈകൾ ചേർത്ത് വിലങ്ങിട്ടു. രാജേന്ദ്രൻ ശ്രീധരന്റെ അടുത്തേക്ക് ചെന്നു. രണ്ടാമത്തെ ചെക്ക് പോസ്റ്റ് മുതല് നിന്റെ ഐശ്വറിന്റെ പിന്നാലെ പോലീസിന്റെ ഒരു പട തന്നെ ഉണ്ടായിരുന്നു ശ്രീധര. നീ CP സത്രത്തിൽ മുറിയെടുക്കുമ്പോഴും മഫ്തിയിലുള്ള പോലീസ് വിടാതെ പിന്തുടർന്നിരുന്നു. ഉസ്മാൻ പറഞ്ഞു, നിന്നെ കളിക്കാൻ വിട്ടിട്ട് കളി കണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ഇത്രയും നേരം. നീ തേടുന്നയാള് ഇപ്പൊ ഈ ബംഗ്ലാവിൽ ഇല്ല ശ്രീധര. ഉള്ളിലെ തീക്കാറ്റിൽ അടിമുടി ഉരുകുമ്പോഴും ശ്രീധരൻ ഒരക്ഷരം പോലും ശബ്ദിച്ചില്ല. അപ്പോൾ പോലീസ് ജീപ്പിന്റെ സൈറൻ കേട്ടു. അതിന് പിന്നിലായി ഒരു ഇമ്പാല കാർ ഒഴുകി വന്നു. പോലീസുകാർ ആദരവോടെ വഴിയൊഴിഞ്ഞു. പോർച്ചിൽ വന്ന് കാർ നിന്നു. അതിന്റെ പിന്നിലെ ഡോർ തുറന്ന് നിറഞ്ഞ ചിരിയുമായി മുഖ്യമന്ത്രി പ്രഭാകരൻ ഇറങ്ങി. അയാൾ ശ്രീധരന്റെ അടുത്തെത്തി. ഇത്ര പെട്ടെന്ന് നിന്നെ പിടിക്കാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഞാൻ. കെണിയൊരുക്കി കാത്തിരിക്കുമ്പോഴും പോലീസുകാരെ മുഴുവൻ കൊന്നിട്ട് നീ രക്ഷപ്പെടുമെന്ന പേടിയുണ്ടായിരുന്നു എനിക്ക്. എന്നാലും പിഷാരടി സാറിന്റെ ഘാതകനെ അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ മനസ്സ് അനുവദിച്ചില്ല. അയാൾ അസിസ്റ്റന്റ് കമ്മീഷണർ രാജേന്ദ്രൻ നോക്കി. ഉടനെ പ്രസ് കോൺഫറൻസ് വിളിക്ക്. രണ്ടിനെയും ഇവിടെ വെച്ച് തന്നെ എല്ലാരും കണ്ടോട്ടെ. മുഖ്യമന്ത്രി പ്രഭാകരൻ വാക്ക് പാലിച്ചെന്ന് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും അറിയട്ടെ. അയാൾ അകത്തേക്ക് നടന്നു. പിന്നാലെ DGP കുരുവിളയും. അവർ രണ്ടുപേരും പ്രൈവറ്റ് റൂമിലേക്കാണ് പോയത്. അകത്ത് കയറിയ ഉടനെ പ്രഭാകരൻ സെൽഫോൺ എടുത്ത് തമ്പിയുടെ നമ്പർ ഡയൽ ചെയ്തു. ലൈനിലെത്തിയപ്പോൾ ആകാംക്ഷയോടെ തമ്പി ചോദിച്ചു, എന്തായി? പ്രഭാകരൻ പൊട്ടിച്ചിരിച്ചു. നിന്റെ ദത്തുപുത്രനിപ്പോ പഞ്ചപുച്ച മടക്കി എന്റെ ബംഗ്ലാവിന്റെ മുറ്റത്ത് നിപ്പുണ്ട് തമ്പി. തനിച്ചല്ല, ആ പെണ്ണുമുണ്ട് കൂടെ. തമ്പിക്ക് വിശ്വസിക്കാനായില്ല. സത്യമാണോ പറയണത്? ഇത്ര പെട്ടെന്ന് അവനെ? കഥ തീർന്നിട്ടില്ലേ തമ്പി. പത്രക്കാരും ചാനലുകാരും ഒക്കെ ഇപ്പൊ എത്തും. TV ഓണാക്കിക്കോ, ഒരു ഒന്നാം തരം ലൈവ് ഷോ കാണാം ഇപ്പോ. എന്നാലും എന്തിനാ പ്രഭാകര അവനെ ജീവനോടെ പിടിച്ചത്? കണ്ടപ്പോ തന്നെ കൊന്നൂടായിരുന്നോ രണ്ടിനെയും? അങ്ങനെ കൊന്ന അറിയാതെ ഒരു സഹതാപ തരംഗം ഉണ്ടായി പോവും. അവൻ അനുകൂലമായി ഏതെങ്കിലും ഒരു ചാനലോ പത്രമോ ശബ്ദിച്ചു എന്ന് വരും. അതുണ്ടായിക്കൂടാ. പിന്നെ ഈ രാത്രി രണ്ടുപേരെയും പോലീസിന് വിട്ടുകൊടുക്കും ഞാൻ. എല്ലാവരും കൈത്തരിപ്പ് തീർക്കട്ടെ. നാളെ കാലത്ത് കോടതിയിൽ എത്തിക്കുന്നത് വരെ പട്ടിയെ തല്ലണതുപോലെ തല്ലിച്ചതയ്ക്കട്ടെ. തമ്പി അസ്വസ്ഥനായി. അത്യപൂർവ കേസുകളിലെ കോടതി വധശിക്ഷയ്ക്ക് വിളിക്കൂ. 7 or 8 വർഷം കഴിഞ്ഞാ പിന്നെ അവൻ തിരിച്ചു വരും. അവന് വധശിക്ഷ നൽകാൻ പോണത് കോടതിയല്ല തമ്പി, ഈ നാട്ടിലെ ജനങ്ങളാ. കോടതിയിൽ നിന്ന് ഇറങ്ങിയാല് രണ്ടിനെയും പോലീസുകാര് പുറത്തു നിൽക്കണ ജനക്കൂട്ടത്തിലേക്ക് ഇട്ടുകൊടുക്കും. ബാക്കി അവരായിക്കോളും. അവസാന ശ്വാസം നിലയ്ക്കുന്നത് വരെ ആരും അങ്ങോട്ട് എടുക്കരുതെന്ന് കുരുവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ തമ്പിക്ക് ചിരി വന്നു. നീ ഇത്രയ്ക്കും ഭയങ്കരനാണെന്ന് ഇപ്പോഴാ മനസ്സിലായത്. കറതീർന്ന പൊളിറ്റീഷ്യൻ തന്നെ. ഈ പ്രസ് കോൺഫറൻസിൽ ഞാൻ ജനങ്ങളുടെ വികാരം ആളിക്കത്തിക്കും. പിന്നെ പിഷാരടിയുടെ ഘാതകനോട് ഈ നാട്ടിലെ കൊച്ചു കുഞ്ഞിനു പോലും സഹതാപം തോന്നില്ല. ലൈൻ കട്ട് ചെയ്ത് പ്രഭാകരൻ കുരുവിളയെ നോക്കി. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ?
യെസ് സർ. എന്നാ വാതിൽ തുറക്ക്. കുരുവിള വാതിൽ തുറന്നു. അയാളോടൊപ്പം പ്രഭാകരനും പുറത്തേക്ക് ഇറങ്ങി. ഹാളിൽ പത്ര റിപ്പോർട്ടർമാരും ചാനലുകാരും കാത്തു നിന്നിരുന്നു. ഫ്ലാഷ് ലൈറ്റുകൾ മിന്നി. TV ക്യാമറകൾ ഓണായി. എല്ലാവരെയും നോക്കി ദുഃഖത്തിന്റെ ചായവുള്ള ചെറുചിരിയോടെ പ്രഭാകരൻ പറഞ്ഞു, ഇന്നാള് എന്റെ ജീവിതം ധന്യമായത്. പിഷാരടി സാറിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും നിഷ്കരണം കൊന്ന ക്രിമിനലിനെ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി കീഴ്പ്പെടുത്തിയ പോലീസ് ഓഫീസർമാർക്ക് ആദ്യമായി ഞാൻ നന്ദി പറയട്ടെ. എന്റെ രാഷ്ട്രീയ ഗുരുവായിരുന്നു പിഷാരടി സാർ. ആ നിലയ്ക്ക് അദ്ദേഹത്തിനുള്ള പൂർത്തിയാക്കാനായില്ല. അതിനു മുൻപേ അഞ്ജനെയും വലിച്ചഴിച്ചുകൊണ്ട് മിന്നായം പോലെ ശ്രീധരൻ പ്രഭാകരന്റെ നേരെ പറന്നു. ആർക്കും തടയാനായില്ല. വിലങ്ങിട്ട കൈകൾ ഒരു വലയമായി പ്രഭാകരന്റെ കഴുത്തിലേക്ക് വീണു. DGP കുരുവിള ഗർജിച്ചു, അരുത്. അതിലുമുറക്കെ ശ്രീധരൻ അട്ടഹസിച്ചു. പോലീസുകാരോട് തൂക്കു താഴെയിടാൻ പറയും, അല്ലെങ്കിൽ പിഷാരടിയുടെ ഘാതകൻ പ്രഭാകരനെ കൊല്ലുന്നത് TV-യിലൂടെ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ കാണും. ശ്വാസം കിട്ടാതെ പ്രഭാകരൻ പിടഞ്ഞു. പോലീസുകാർ ട്രിഗറിൽ വിരൽ തൊട്ടപ്പോൾ വേവലാതിയോടെ കുരുവിള പറഞ്ഞു, ഷൂട്ട് ചെയ്യണ്ട. ഇപ്പൊ നമുക്ക് വലുത് CM-ന്റെ ജീവനാണ്. ഗൺസ് ഡൗൺ. പോലീസുകാർ തോക്കുകൾ താഴെയിട്ടു. ശ്രീധരനെ കൊന്ന് മുഖ്യമന്ത്രിയെ രക്ഷിക്കാമെന്ന് ഉറപ്പായിട്ടും DGP-യുടെ ഓർഡർ അനുസരിക്കുകയായിരുന്നു അവർ. ശ്രീധരൻ പ്രഭാകരന്റെ കഴുത്തിൽ വിലങ്ങുകൊണ്ട് അമർത്തി. പറയടാ, ആരാ പിഷാരടി സാറിനെ കൊന്നത്? ഞാനാണോ? മറുപടി കിട്ടിയില്ല. വലയം മുറുകി. പിടഞ്ഞുകൊണ്ട് പ്രഭാകരൻ അമറി. പറയാം, കൊല്ലരുത്. പറയ. ഞാൻ. കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? സുന്ദരേശൻ, റാംബോ. എന്തിനാ പിഷാരടി സാറിനെ കൊന്നത്? തമ്പിയുടെ രഹസ്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അയാൾ കൊല്ലാൻ പറഞ്ഞപ്പോ കൊന്നു, അല്ലേ? എന്നിട്ട് ഞാനാണ് കൊലയാളിയെന്ന് ജനങ്ങളെ മുഴുവൻ വിശ്വസിപ്പിച്ചു, അല്ലേ? മാപ്പ്, മാപ്പ് ശ്രീധര. എല്ലാ തെറ്റിനും മാപ്പ്. പരിപാവനമായ പദവിയാണ് മുഖ്യമന്ത്രി പദം. കയ്യിലും മനസ്സിലും ഒരുപോലെ ചോരക്കറിയുള്ള നിനക്ക് ഇനി അതിലിരിക്കാനുള്ള യോഗ്യതയില്ല. പ്രഭാകരനെയും കൊണ്ട് അഞ്ജനയും ശ്രീധരനും ആദ്യം കണ്ട ജീപ്പിന് നേരെ നടന്നു. അതിനിടയിൽ ശ്രീധരൻ കാലുകൊണ്ട് താഴെ കിടന്നിരുന്ന ഗണ്ണെടുത്തിരുന്നു. അത് പ്രഭാകരന്റെ നേരെ ചൂണ്ടിക്കൊണ്ട് ശ്രീധരൻ ഗർജിച്ചു, വിലങ്ങഴിക്ക്. ഉസ്മാൻ ഓടി വന്ന് വിലങ്ങഴിച്ചു. പ്രഭാകരനെ ജീപ്പിനുള്ളിലേക്ക് തള്ളിയിട്ട് ഒപ്പം ശ്രീധരനും അഞ്ജനയും കയറി. സ്വിച്ച് കീ തിരിഞ്ഞു. ജീപ്പ് അതിവേഗം മുന്നോട്ട് കുതിച്ചു. DGP കുരുവിള ഗർജിച്ചു, ഫോളോ ഹിം. തൊട്ടു പിന്നാലെ പോലീസ് വാഹനങ്ങളും പറന്നു. പെട്ടെന്ന് TV സ്ക്രീനിലെ ദൃശ്യങ്ങൾ മാഞ്ഞു. ന്യൂസ് ചാനലിലെ ചീഫ് റിപ്പോർട്ടർ സുനിലിന്റെ മുഖം തെളിഞ്ഞു. നടുക്കം മറച്ചുവെക്കാൻ ശ്രമിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ഇത്രയും നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നടന്ന ചോര മരവിപ്പിക്കുന്ന രംഗങ്ങളുടെ തത്സമയ സംപ്രേഷണം. ഞങ്ങളുടെ ക്യാമറ സംഘം ഇപ്പോഴും പോലീസ് വാഹനങ്ങളോടൊപ്പം തന്നെയുണ്ട്. ചൂടുള്ള വാർത്തകൾക്കായി കാത്തിരിക്കുക. ജീവിതത്തിൽ ആദ്യമായി മാധവൻ തമ്പിയുടെ മനസ്സ് പ്രക്ഷുബ്ധമായി. പേടികൊണ്ട് അയാളുടെ ശരീരം കിടുങ്ങി. റിമോട്ടിൽ വിരലമർന്നു. TV ഓഫായി. ആക്സിലേറ്റർ ഞെരിച്ചുകൊണ്ട് ശ്രീധരൻ മുന്നോട്ട് പറന്നു. പോലീസ് വാഹനങ്ങളും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. വിവരമറിഞ്ഞ് കൂടുതൽ ഫോഴ്സ് എത്തി. നഗരം പോലീസ് വലയത്തിലായി. DYSP ഉസ്മാന്റെ ജീപ്പാണ് ആദ്യം തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ ശ്രീധരന്റെ പിന്നിലെത്തിയത്. ഗൺ തീ തുപ്പി. ഉസ്മാന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. ജീപ്പ് തലകീഴായി മറിഞ്ഞു. അപ്പോൾ മറ്റൊരു ജീപ്പിൽ നിന്നും സർക്കിൾ ഇൻസ്പെക്ടർ വിശ്വനാഥന്റെ ഗർജനം കേട്ടു. മുഖ്യമന്ത്രിയുടെ ജീവൻ കൊണ്ട് കളിക്കരുത് ശ്രീധര. വേഗം സറണ്ടർ ചെയ്യേ, അല്ലെങ്കിൽ നിന്റെ തല തെറിപ്പിക്കും ഞാൻ. ഒരു കൈകൊണ്ട് ഗൺ പ്രഭാകരന്റെ നെഞ്ചിൽ ചേർത്ത് വെച്ച് അതിലുമുറക്കെ ശ്രീധരൻ ഗർജിച്ചു, ആരും എന്നെ പിന്തുടരുത്. ഒരു സെക്കൻഡ് കൊണ്ട് കളി അവസാനിപ്പിക്കും ഞാൻ. മര്യാദയ്ക്ക് തിരിച്ചു പോയിക്കോ. വിശ്വനാഥൻ DGP കുരുവിളയുമായി ബന്ധപ്പെട്ടു. വേവലാതിയോടെ കുരുവിള പറഞ്ഞു, ആരും അവനെ പ്രകോപിപ്പിക്കരുത്. എന്തെങ്കിലും പറഞ്ഞ് അനുനയിപ്പിക്കാൻ നോക്ക്. ഒരു കാര്യം, എപ്പോഴും ആ ജീപ്പ് കൺവെർട്ട് തന്നെ ഉണ്ടാവണം. അസിസ്റ്റന്റ് കമ്മീഷണർ രാജേന്ദ്രൻ ശ്രീധരന്റെ പിന്നാലെ എത്തിക്കൊണ്ട് പറഞ്ഞു, നിയമം കയ്യിലെടുക്കരുത് ശ്രീധര. ദയവ് ചെയ്ത് CM-നെ ഞങ്ങൾക്ക് വിട്ടുതാ. പിന്നെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല. ശ്രീധരൻ ആക്രോശിച്ചു. അവസാനമായിട്ട് പറയാൻ ഞാൻ, ഇനി എന്റെ പിന്നിലോ മുന്നിലോ ഒരു പോലീസ് ജീപ്പ് കണ്ട പിന്നെ ഈ നായിന്റെ മോനെ നിങ്ങൾ ആരും ജീവനോടെ കാണില്ല. വയർലെസ് ഇടതടവില്ലാതെ ശബ്ദിച്ചു. അവൻ വല്ലാതെ വയലന്റ് ആണ്. CM-നെ ജീവനോടെ കിട്ടാൻ സാധ്യതയില്ല. വീണ്ടും കുരുവിളയുടെ മറുപടി, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉടനെ എത്തും. അതുവരെ എന്ത് വില കൊടുത്തായാലും CM-ന്റെ ജീവൻ രക്ഷിക്കണം. പക്ഷേ ഞങ്ങളെ കണ്ടാൽ അവന് ഭ്രാന്ത് പിടിക്കും. അവൻ അറിയാതെ പിന്തുടരാൻ നോക്ക്. ശ്രീധരന്റെ ജീപ്പ് കോവളത്തേക്ക് തിരിഞ്ഞു. അയാൾ അറിയാതെ പോലീസ് ബീച്ച് വരെയുള്ള റോഡ് കവർ ചെയ്തു. ഹെലിപാഡിലേക്ക് കോപ്റ്ററുകൾ പറന്നു.
പോലീസ് ഫോഴ്സ് കോവളത്ത് തമ്പടിച്ചുവെന്ന് ഉറപ്പായപ്പോൾ അതിസമർത്ഥമായി ശ്രീധരൻ റൂട്ട് മാറ്റി. ആക്സിലേറ്റർ ഞെരിഞ്ഞു. വെള്ളയമ്പലം കടന്ന് ജീപ്പ് പേരൂർക്കട ഭാഗത്തേക്ക് തിരിഞ്ഞു. അവിടെയുള്ള ശാന്തിവനമായിരുന്നു ലക്ഷ്യം. കണ്ണടച്ച് തുറക്കുന്നതിനുള്ളിൽ ശ്രീധരൻ അവിടെ എത്തി. അഞ്ജനയെ ജീപ്പിനടുത്ത് നിർത്തിയിട്ട് പ്രഭാകരനെ അയാൾ സ്മൃതി മണ്ഡപത്തിനടുത്തേക്ക് വലിച്ചഴച്ചു കൊണ്ടുപോയി. പ്രഭാകരൻ നെഞ്ചു പിളരുമാറ് കരഞ്ഞു. അരുത്, അരുത് ശ്രീധര, എന്നെ ഒന്നും ചെയ്യരുത്. എന്റെ സ്വത്തുക്കളെല്ലാം നിനക്ക് തരാൻ ഞാൻ. പോലീസ് അറിയാതെ രക്ഷപ്പെടാനും സഹായിക്കാം. പകരം പകരം ജീവൻ മാത്രം മതി എനിക്ക്. ഗൺ അയാളുടെ മുഖത്തമർത്തി വെച്ചുകൊണ്ട് ശ്രീധരൻ അലറി. എനിക്ക് വേണ്ടത് നീ കൊന്നു തള്ളിയ എന്റെ അച്ഛന്റെ അമ്മയുടെയും ജീവനാ. തരാൻ പറ്റുമെങ്കിൽ താ, എങ്കിൽ നിന്നെ കൊല്ലാതെ വിടാ ഞാൻ. പ്രഭാകരൻ പേടിയോടെ കരഞ്ഞു. അറിയാതെ അറിയാതെ ചെയ്തു പോയതാ. മാപ്പുതാ ശ്രീധര, മാപ്പുതാ. ഇനി ഒരിക്കലും ആരെയും ഞാൻ കൊല്ലിക്കില്ല. ശ്രീധരന്റെ ശബ്ദമുയർന്നു. കട്ടുമുടിക്കാനും ചോര കുടിക്കാനും മാത്രം പിറന്ന നിന്നെ ഞാൻ വെറുതെ വിട്ടാ അത് ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്യുന്ന കടുത്ത അപരാധമാവും. അങ്ങേ ലോകത്ത് എന്റെ അച്ഛനും അമ്മയും നിന്നെ കാത്തിരിക്കണുണ്ടാവും. അവരോട് ചെന്ന് പറയണം, സ്മൃതി മണ്ഡപത്തിൽ സ്വന്തം ചോര വീഴ്ത്തിക്കൊണ്ട് ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ ശ്രമിച്ചൂന്ന്. ശ്രീധര, ഗൺ തുടരെ ശബ്ദിച്ചു. പ്രഭാകരന്റെ നെഞ്ചി വിളർന്ന ചോരത്തുള്ളികൾ സ്മൃതി മണ്ഡപത്തിലേക്ക് വീണു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മിനി സ്ക്രീനിൽ ഫ്ലാഷ് ന്യൂസ് തെളിഞ്ഞു. മുഖ്യമന്ത്രി പ്രഭാകരൻ ശാന്തിവനത്തിൽ വെച്ച് അതിദാരുണമായി കൊല്ലപ്പെട്ടു. അപ്പോൾ അർജുന്റെ വീട്ടിൽ സെൽഫോൺ ശബ്ദിച്ചു. ലൈനിൽ DIG രമേഷ് കുമാർ ഉണ്ടായിരുന്നു. ഒന്നും അറിയാത്തതുപോലെ അർജുൻ ചോദിച്ചു, എന്താ സർ? വിറയാർന്ന ശബ്ദത്തിൽ രമേഷ് കുമാർ പറഞ്ഞു, CM-നെ അവർ കൊന്നടോ. ആരാ സർ? ശ്രീധരൻ. നന്നായി. പിഷാരടി സാറിന്റെ ആത്മാവിന് ഇനി മോക്ഷം കിട്ടുമല്ലോ. രമേഷ് കുമാറിന് ദേഷ്യം വന്നു. വാട്ട് യു മീൻ? ഐ മീൻ വാട്ട് ഐ സെഡ്. കൊല്ലപ്പെട്ടത് ഒരു ബോൺ ക്രിമിനലാണ് സർ. ഞാൻ ആഗ്രഹിച്ചത് ശ്രീധരൻ ചെയ്തു, അത്രേ ഉള്ളൂ. ഈ നാട്ടിലെ മുഖ്യമന്ത്രിയെ പറ്റിയാണ് നീ അപവാദം പറയണത്. അല്ല സർ, അദ്ദേഹം നേരിട്ട് പറഞ്ഞതാണ് ഇക്കാര്യം. ലൈവ് ഷോ സാർ കണ്ടില്ലേ? രമേഷ് കുമാർ ഗർജിച്ചു. DIG-യോടാണ് നീ സംസാരിക്കുന്നത്, അത് മറക്കണ്ട. സംസാരിക്കുന്നത് റൂറൽ SP-യോടാണെന്ന് സാറ് ഓർമ്മിച്ച കൊള്ളാം. യു ഇഡിയറ്റ്, പ്ലീസ് മൈൻഡ് യുവർ വേർഡ് സർ. അല്ലെങ്കിൽ ഇനി തമ്മിൽ കാണുമ്പോൾ സല്യൂട്ട് ചെയ്യേണ്ട കൈകൊണ്ട് തന്നെ കാരണം അടിച്ചു പുകയ്ക്കും ഞാൻ. ഇനി നീ കാക്കിയിടില്ല അർജുൻ. മനസ്സുകൊണ്ട് ഞാൻ അത് എപ്പോഴേ ഊരി വെച്ചു കഴിഞ്ഞു. എന്നാ പിന്നെ ശ്രീധരനെ പിടിക്കണമെന്ന് നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് സാറ് വേണ്ടപ്പെട്ടവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ശരിയാ, നിന്നെ ഒട്ടും വിശ്വാസമില്ലാത്തത് കൊണ്ടാ ഞാൻ ഹരിപ്രസാദിനെ വിളിച്ചത്. പക്ഷേ തമ്പിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ എന്റെ സ്റ്റേഷൻ അതിർത്തിന്ന് ഒരു പോലീസുകാരന് ബംഗ്ലാവിലേക്ക് പോവില്ല. രമേഷ് കുമാർ പൊട്ടിത്തെറിച്ചു. DIG-യുടെ ഓർഡറാണ്, അനുസരിക്കാതെ പറ്റില്ല അർജുൻ. മുഖ്യമന്ത്രി പിഷാരടിയെ വകവരുത്താൻ കൂട്ടുനിന്ന ഒരു ക്രിമിനലിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ആര് ഓർഡർ ഇട്ടാലും അവന്റെ കൊരവള്ളി വലിച്ചു പൊട്ടിക്കും ഞാൻ. അർജുൻ ലൈൻ കട്ട് ചെയ്തു. നേരം പുലർന്നു. പത്രങ്ങൾ എത്തുന്നതിനു മുമ്പ് തന്നെ മുഖ്യമന്ത്രി പ്രഭാകരൻ ദാരുണമായി കൊല്ലപ്പെട്ട വാർത്ത നാടറിഞ്ഞു കഴിഞ്ഞിരുന്നു. നഗരം കത്തിയേരുമെന്ന് കരുതിയിരുന്നെങ്കിലും ഒരനിഷ്ട സംഭവം പോലും ഉണ്ടായില്ല. പാർട്ടി പ്രവർത്തകർ ഹർത്താലിന് ആഹ്വാനം നൽകിയിട്ടും പതിവ് പോലെ കടകമ്പോളങ്ങൾ പ്രവർത്തിച്ചു. മുൻ മുഖ്യമന്ത്രി പിഷാരടിയുടെ കൊലയാളിയെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അനുശോചന യോഗം കൂടാൻ പോലും നേതാക്കൾ മടിച്ചു. ആ മരണം നികത്താനാവാത്ത നഷ്ടമായി പോയിന്ന് ഹൈക്കമാൻഡ് പോലും പറഞ്ഞില്ല. അനിവാര്യമായി ശിക്ഷ നടപ്പാക്കിയ ശ്രീധരന് നിലച്ചിരിക്കാതെ ഒരു വീരനായകന്റെ പരിവേഷം കിട്ടി. അനീതിക്കെതിരെ മുഖം നോക്കാതെ പ്രതികരിക്കുന്ന യുവത്വത്തിന്റെ പ്രതീകമായിട്ടാണ് ഒരു പ്രമുഖ പത്രം അയാളെ വിശേഷിപ്പിച്ചത്. സന്ധ്യയോടെ മുഖ്യമന്ത്രി പ്രഭാകരനെ എല്ലാവരും മറന്നു. പിന്നെ ചാനലുകളിൽ ചർച്ച ചെയ്യപ്പെട്ടത് മനുഷ്യനാവാൻ കൊതിച്ചിട്ടും ഗുണ്ടയായി മാറേണ്ടി വന്ന ശ്രീധരന്റെ കഥയാണ്. ന്യൂസ് ചാനൽ പറഞ്ഞു, ജനങ്ങളോട് അനീതി കാട്ടിയവരാണ് ശിക്ഷിക്കപ്പെടുന്നത്, ജീവിക്കാൻ അർഹതയില്ലാത്തവരാണ് കൊല്ലപ്പെടുന്നത്. ഭൂമിയിൽ അസുരന്മാർ പെരുകുമ്പോൾ ഈശ്വരന്മാർ പോലും പൊറുതിമുട്ടി ആയുധമെടുത്തിട്ടുണ്ട്. തീമഴ പെയ്ച്ചും വെള്ളപ്പൊക്കമുണ്ടാക്കിയും ദുഷ്ടന്മാരെ മുഴുവൻ ഉന്മൂലനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ നാട്ടിലെ നീതിയും നിയമവും അങ്ങനെയുള്ള ഒരു രക്ഷകന് മാപ്പ് കൊടുക്കാൻ ഇടയില്ല. ശ്രീധരന്റെ അവസാന വിധി എന്തായിരിക്കും? ആ രാത്രി ബംഗ്ലാവിന്റെ ഗേറ്റ് ചവിട്ടി തുറന്ന് ശ്രീധരൻ അകത്ത് കടന്നു. ഗൺ നീട്ടിപ്പിടിച്ച് അയാൾ ഗർജിച്ചു, തമ്പി! ആ ശബ്ദത്തിൽ ബംഗ്ലാവ് കുലുങ്ങി. ഓരോ മൺതരിയും വിറച്ചു. അലറി വിളിച്ചുകൊണ്ട് ജഡേജയും സംഘവും ശ്രീധരന്റെ നേരെ പാഞ്ഞെത്തി. അഗ്നികുണ്ഡത്തിലേക്ക് പറന്നെടുത്ത ഈയാമ്പാറ്റകളെ പോലെ എല്ലാവരും പിടഞ്ഞു വീണു.
പാതി ജീവനോടെ താഴെ കിടന്ന് ഞരങ്ങിയിരുന്ന ജഡേജയെ പൊക്കിയെടുത്ത് ഇടിവെട്ടുന്നത് പോലെ ശ്രീധരൻ പറഞ്ഞു. അവസാനത്തെ ശത്രുവിനെ തേടി വന്നതാണ് ഞാൻ. പറയടാ, എവിടെയാ അവൻ? ജഡേജ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ഇവിടെ ഇവിടെ ഇല്ല. പിന്നെ എവിടെയുണ്ട്? അറിയില്ല. ഗൺ ശബ്ദിച്ചു. ജഡേജയുടെ ശരീരം തുളകൾ വീണടർന്നു. ബംഗ്ലാവ് അരിച്ചു പെറുക്കിട്ടും ശ്രീധരന് തമ്പിയെ കിട്ടിയില്ല. ബെഡ്റൂമിൽ ഒരു കത്തുണ്ടായിരുന്നു. വികൃതമായ അക്ഷരത്തിൽ എഴുതിയ 2 വരികൾ. വിജയം ആഘോഷിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല ശ്രീധര. ആരൊക്കെ ചത്തുപോയാലും ഈ തമ്പി ബാക്കിയുണ്ടാവും. കത്ത് ശ്രീധരന്റെ കയ്യിലിരുന്ന് ഞെരിഞ്ഞു. പിന്നെ അയാൾ പോയത് ഹരിപ്രസാദിന്റെ വീട്ടിലേക്കാണ്. കോളിംഗ് ബെല്ലിൽ വിരലമർത്തി ശ്രീധരൻ കാത്തുനിന്നു. വാതിൽ തുറന്ന് പുറത്തു വന്നത് ഭാമിനിയാണ്. ശ്രീധരനെ കണ്ട് അവൾ ആലില പോലെ വിറച്ചു. കൂർത്ത ശബ്ദത്തിൽ ശ്രീധരൻ പറഞ്ഞു, ഹരിപ്രസാദിനെ വിളിക്ക്. പതറിയ സ്വരത്തിൽ ഭാമിനി പറഞ്ഞു, അദ്ദേഹം ഇവിടെ ഇല്ല. പിന്നെ എവിടെ പോയി? അറിയില്ല. അപ്പോൾ അഞ്ജന അവളുടെ മുന്നിലേക്ക് ചെന്നു. നിനക്കറിയാം ഭാമിനി. ഭാമിനിയുടെ വായിൽ ഉമ്മിനീർ വറ്റി. അവളെ തറച്ചു നോക്കിക്കൊണ്ട് അഞ്ജന ചോദിച്ചു, അയാളിപ്പോ തമ്പിയുടെ കൂടെ ഇല്ലേ? ഭാമിനി മിണ്ടിയില്ല. ശ്രീധരൻ അവളെ നോക്കി. എങ്കിൽ തമ്പി എവിടെയുണ്ടെന്ന് പറഞ്ഞാലും മതി. അപ്പോഴും ഭാമിനി മിണ്ടിയില്ല. അഞ്ജനയുടെ ശബ്ദമുയർന്നു. ഈ നാട്ടിലെ അബലകളായ പെണ്ണുങ്ങൾക്ക് വേണ്ടിയാ ഞാൻ ചോദിക്കുന്നത്. നീ സത്യം പറഞ്ഞേ തീരൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറയിപ്പിക്കേണ്ടി വരും. ഭാമിനി പേടിയോടെ ശ്രീധരനെയും അഞ്ജനയെയും മാറി മാറി നോക്കി. ഇനി നമ്മുടെ നാട്ടിൽ ഒരു പ്രഭാകരനോ തമ്പിയോ ഉണ്ടായിക്കൂടാ. നിയമത്തിന് അവരെ പോലുള്ളവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ തന്നെ അയാളെ കൊല്ലാൻ തീരുമാനിച്ചു. ഇനി നിനക്ക് നിന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ പറ്റില്ല ഭാമിനി. പറയ്, എവിടെയുണ്ട് 2 പേരും? അപ്പോ നെടുമ്പാശ്ശേരി ഇന്റർനാഷണൽ എയർപോർട്ടിനടുത്തുള്ള താജ് ഹോട്ടലിലെ AC സ്യൂട്ടിലിരുന്ന് മദ്യം കുറേശ്ശെയായി സിപ്പ് ചെയ്യുകയായിരുന്നു മാധവൻ തമ്പി. TV-യിൽ ഫ്ലാഷ് ന്യൂസുകൾ മിന്നി മറഞ്ഞു. അടുത്തുണ്ടായിരുന്ന ഹരിപ്രസാദ് പറഞ്ഞു, ഇപ്പോഴവൻ ഉഴിയന്നൂരിലെ ബംഗ്ലാവ് തല്ലി തകർക്കണുണ്ടാവും. തമ്പി മെല്ലെ ചിരിച്ചു. തകർക്കട്ടെ, വേണമെങ്കിൽ അവൻ അത് പുഴുങ്ങി തിന്നട്ടെ. എന്നാലും ആ നായിന്റെ മോന് ഇനി എന്നെ തൊടാൻ കിട്ടില്ല, ഹരിപ്രസാദ് പറഞ്ഞു. വെളുപ്പിന് 3 മണിക്കാണ് ഫ്ലൈറ്റ്. 1 മണിക്കൂർ മുമ്പെങ്കിലും റിപ്പോർട്ട് ചെയ്യണം. തമ്പി വീണ്ടും ഗ്ലാസ് നിറച്ചു. ഇപ്പോ സമയം എന്തായി? 12:30. ഇനിയും 1.5 മണിക്കൂറില്ലേ? ടെൻഷൻ അടിക്കണ്ട. ആൾ എഴുന്നേറ്റു. എല്ലാം നഷ്ടപ്പെട്ടിട്ടും ഒക്കെ തിരിച്ചു പിടിച്ചതാ ഞാൻ. പിന്നെയും അവൻ എന്നെ തോൽപ്പിച്ചു. ഹരിപ്രസാദ് മിണ്ടിയില്ല. സാരമില്ല, ഇന്ത്യ വിട്ടാലും ഉളിയന്നൂരിനെ മറക്കാൻ പറ്റില്ല എനിക്ക്. ഇനി തിരിച്ചു വരണം, പഴയതിലും കരുത്തനായിട്ട്. വരുമോടോ ഞാൻ? അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ജന്മം? ഒറ്റ വലിക്ക് അയാൾ ഗ്ലാസ് കാലിയാക്കി. ഒരു സത്യം പറയാൻ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാ പേടി എന്താണെന്ന് അറിഞ്ഞത്. ഇപ്പോഴുമുണ്ട് ഉള്ളിലൊരു കിടുക്കം. അതുണ്ടാക്കിയത് ശ്രീധരനാ. ഞാൻ ചോറ് കൊടുത്ത് വളർത്തിയ ആ നന്ദി കെട്ട പട്ടി. ഇപ്പൊ അവന് വേണ്ടത് എന്റെ ജീവനാ ഹരിപ്രസാദേ. അത്ര എളുപ്പം അത് കൊടുക്കാൻ പറ്റുമോ? അപ്പോ സെൽഫോൺ ശബ്ദിച്ചു. തമ്പി അതെടുത്ത് കാതിൽ ചേർത്തു. അങ്ങേ തലക്കിൽ നിന്ന് ഒരു ഇടി മുഴങ്ങി. 3 മണിയുടെ ഫ്ലൈറ്റിന് നിനക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല തമ്പി. അതിനു മുമ്പ് തന്നെ നീ ചത്തുപോകും. കൃത്യസമയം തന്നെ പറഞ്ഞു തരാം. 2 മണി. ഇനി നിനക്ക് ഈ ഭൂമിയിൽ ബാക്കിയുള്ളത് വെറും 1.25 മണിക്കൂർ. തമ്പിയുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് ചിതറി വീണു. ഉള്ളിലെ ചിരി കെട്ടു. മെല്ലെ ചുണ്ടുകൾ അനങ്ങി. ശ്രീധരൻ. ഹരിപ്രസാദ് ഡോർ തുറന്ന് പുറത്തേക്ക് ഓടി. ഹോട്ടൽ മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും അയാൾക്ക് എവിടെയും ശ്രീധരനെ കാണാനായില്ല. തിരിച്ചു വന്ന് അയാൾ പറഞ്ഞു, ഈ പരിസരത്ത് എങ്ങുമില്ല അവൻ. വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും. തമ്പിയുടെ ശബ്ദം വിറച്ചു. അല്ല പ്രസാദേ, പേടിപ്പിക്കുന്നതല്ല. നമ്മുടെ ചുറ്റുവട്ടത്ത് എവിടെയോ. പൂർത്തിയാക്കാനായില്ല. വീണ്ടും സെൽഫോൺ ശബ്ദിച്ചു. ഫോൺ എടുത്തപ്പോൾ പിന്നെയും ശ്രീധരന്റെ ശബ്ദം. ഇനി 55 മിനിറ്റ്. തമ്പിയുടെ ശബ്ദം വിറച്ചു. വേഗം ചക്കോട്ട്, അവൻ അവൻ പിന്നാലുണ്ട്. തമ്പി ബ്രീഫ് കേസും എടുത്ത് തിടുക്കത്തിൽ പുറത്തു കടന്നു. വാതിൽ പൊട്ടി ഹരിപ്രസാദ് പിന്നാലെ എത്തി. ഒട്ടും സമയം കളയാതെ തമ്പി പാർക്ക് ചെയ്തിരുന്ന കാറിനടുത്തെത്തി. അധികം വൈകാതെ തന്നെ ഹരിപ്രസാദും വന്നു. തമ്പി കാറിൽ കയറി. ഡ്രൈവ് ചെയ്തത് ഹരിപ്രസാദാണ്. കാർ എയർപോർട്ടിലേക്ക് കുതിച്ചു. അപ്പോൾ വീണ്ടും സെൽഫോണിന്റെ ശബ്ദം. ആലില പോലെ വിളിച്ചുകൊണ്ടാണ് തമ്പി ഫോൺ എടുത്തത്. അങ്ങേ തലയ്ക്കൽ മരണത്തിന്റെ മണിമുഴക്കം. ഇനി 40 മിനിറ്റ്. കാർ പാർക്കിംഗ് ഏരിയയിൽ എത്തിയപ്പോൾ തമ്പി ഡോർ തുറന്ന് പുറത്തേക്ക് കുതിച്ചു. തിരിഞ്ഞു നോക്കാതെ അയാൾ പറഞ്ഞു, വേഗം വേഗം ഹരിപ്രസാദേ, എത്രയും പെട്ടെന്ന് നമുക്ക് അകത്ത് കിടക്കണം. അവിടെ ആവുമ്പോ സെക്യൂരിറ്റി ഉണ്ടല്ലോ. മറുപടിയായി ഒരു മൂളൽ പോലും കേട്ടില്ല. വേവലാതിയോടെ തമ്പി തിരിഞ്ഞു നോക്കി. പുറകിൽ ഹരിപ്രസാദിനെ കണ്ടില്ല. തമ്പി ഉറക്കെ വിളിച്ചു, ഹരിപ്രസാദേ.
അനക്കമില്ല. മറുപടി പോലെ സെൽഫോണിന്റെ ശബ്ദം. ഇനി കൂടെ ഹരിപ്രസാദ് ഉണ്ടാവില്ല തമ്പി. ഒപ്പമുള്ളത് മരണം മാത്രം. VIP ലോഞ്ചിൽ ഒളിച്ചിരുന്നാലും അവിടെ വരും ഞാൻ, നിന്നെ പരലോകത്തേക്ക് യാത്രയക്കാൻ. ഭ്രാന്ത് പിടിച്ചതുപോലെ തമ്പി തിരിഞ്ഞ് കാറിന് നേരെ ഓടി. അവിടെ സ്റ്റിയറിംഗ് വീലിൽ തലചായ്ച്ച് കിടക്കുന്ന ഹരിപ്രസാദിനെ അയാൾ കണ്ടു. വിറയ്ക്കുന്ന കൈകൊണ്ട് അയാൾ ഡോർ തുറന്നു. ഹരിപ്രസാദിന്റെ ചേതനയറ്റ ശരീരം താഴേക്ക് ചാഞ്ഞു. അയാളെ വലിച്ചു താഴെയിട്ട് തമ്പി ഡ്രൈവിംഗ് സീറ്റിലെത്തി. ഡോർ അടഞ്ഞു. കാർ അതിവേഗം പുറത്തേക്ക് പാഞ്ഞു. ആക്സിലേറ്ററിൽ കാലമർത്തിക്കൊണ്ട് അയാൾ സ്വയം പറഞ്ഞു, എന്നാ എന്നാ നീ VIP ലോഞ്ചിലേക്ക് പോടാ നായിന്റെ മോനെ. അപ്പോഴേക്കും ഞാൻ ഈ നാട് വിട്ടിട്ടുണ്ടാവും. തൊട്ടു പിന്നിൽ നടക്കുന്ന ഒരു ശബ്ദമുയർന്നു. എവിടെ പോയാലും വിടാതെ പിന്നാലെ ഉണ്ടാവും ഞാൻ. കാർ ഒന്ന് പാളി. തമ്പി ഞെട്ടലോടെ മുന്നിലെ മിററിലേക്ക് നോക്കി. പിൻസീറ്റിൽ മരണം മനുഷ്യരൂപമെടുത്തതുപോലെ ശ്രീധരൻ, ഒപ്പം അഞ്ജന. ഞൊടിയിടയ്ക്കുള്ളിൽ ശ്രീധരൻ കാറിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. അയാളുടെ ബലിഷ്ഠമായ ഇടതു കൈക്കുള്ളിൽ കിടന്ന് തമ്പി പിടഞ്ഞു. കാർ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത്. അവിടെ എത്തി അയാൾ തമ്പിയെ വലിച്ചു പുറത്തേക്കിട്ടു. അറയ്ക്കുന്ന ഒരു പുഴുത്ത പട്ടിയെ കാണാനായിട്ടെന്ന പോലെയാണ് ജനക്കൂട്ടം മൂടിയെത്തിയത്. ഗണ്ണിന്റെ കുഴലിൽ തൊട്ട് തമ്പി ഉറക്കെ നിലവിളിച്ചു, അരുത്, അരുത് ശ്രീധര, കൊല്ലരുത്. നിന്നെ വളർത്തിയത് ഞാനാ. കയ്യിൽ ആദ്യമായി തോക്കെടുത്ത് തന്നത് ഞാനാ. ഒരുപാട് ഒരുപാട് ചോറ് ഉരുട്ടി തന്നിട്ടുണ്ട് ഞാൻ. പകരമായിട്ട് സ്നേഹവും കാരുണ്യവും ഒന്നും എനിക്ക് വേണ്ട. ജീവൻ മാത്രം മതി. ചോദിക്കുന്നതെല്ലാം നിനക്ക് തരുമായിരുന്നു ഞാൻ, എന്നെ മനുഷ്യനായി ജീവിക്കാൻ വിട്ടിരുന്നെങ്കിൽ, എന്റെ അച്ഛനെയും അമ്മയും കൊല്ലാതിരുന്നെങ്കിൽ, അഞ്ജനയോടൊപ്പം ഒരു ദിവസമെങ്കിലും സമാധാനത്തോടെ കഴിയാൻ സമ്മതിച്ചിരുന്നെങ്കിൽ. പകരം എന്റെ ചങ്ക് പൊളിച്ചെടുത്തല്ലോടാ നീ. പിന്നെ എങ്ങനെ നിന്നെ കൊല്ലാണ്ടിരിക്കും ഞാൻ? ആരോ തമ്പിയുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി. ആൾക്കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടൊരു ശബ്ദമുയർന്നു, കൊല്ല ശ്രീധര. അതൊരാരവമായി. വെറു പിടിച്ച ജനക്കൂട്ടം കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി തമ്പിയെ ആക്രമിച്ചു. ദിഗന്ധം പിളരുന്ന നിലവിളി ഉയർന്നു. ദേഹമാസകലം മുറിവുകളേറ്റ് തമ്പി ശ്രീധരന്റെ മുമ്പിൽ നിന്നു. ഗൺ അയാളുടെ നേരെ നീട്ടിക്കൊണ്ട് ശ്രീധരൻ പറഞ്ഞു, നിന്റെ ചോര കൂടി ഒഴുകിയാലേ തുടങ്ങി വെച്ച ശുദ്ധികലശം പൂർത്തിയാവൂ. എങ്കിലേ ഈ നാടിന് തൃപ്തിയാവൂ. ഇനി ഒരു ജന്മമെടുത്ത് നീ ഒരിക്കലും ഈ ഭൂമിയിലേക്ക് വരരുത് തമ്പി. ഗൺ തുടരെ ഗർജിച്ചു. തമ്പിയുടെ ശരീരം ഒരു അരിപ്പ പോലെ തുളഞ്ഞു. ആ നിമിഷം ഒരു അംബാസിഡർ കാർ പാഞ്ഞു വന്നു. പിന്നിലായി 4-5 ജീപ്പുകൾ. കാറിൽ നിന്ന് അർജുനും ഊർമിളയും ഇറങ്ങി. ജീപ്പിൽ നിന്ന് പോലീസുകാരും. ഊർമിള ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ഓടി വന്ന് ശ്രീധരനെ കെട്ടിപ്പിടിച്ചു. അവളെ മെല്ലെ തഴുകിക്കൊണ്ട് ശ്രീധരൻ പറഞ്ഞു, കരയരുത്. അർജുൻ അടുത്തെത്തിയപ്പോൾ ശ്രീധരൻ കൈകൾ മുന്നോട്ട് നീട്ടി. ഒപ്പം അഞ്ജനയും അടുത്തു വന്നു. രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് അർജുൻ പറഞ്ഞു, എന്റെ മനസാക്ഷി കോടതിയിൽ നീ കുറ്റവാളിയല്ല ശ്രീധര. എന്നാലും കാക്കി ഇട്ടുപോയതുകൊണ്ട് എഴുതി വെച്ചിട്ടുള്ള നിയമങ്ങൾ അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ചുറ്റുമുള്ള ജനക്കൂട്ടം ഇളകി. അതൊരു മഹാസമുദ്രമായി വളർന്നു. നിസ്സഹായരായി പോലീസുകാർ നോക്കി നിൽക്കെ അഞ്ജനയും ശ്രീധരനും അവർക്കിടയിൽ കലർന്നു. പിന്നെ കാണാതായി. നോക്കെത്താ ദൂരത്ത് മനുഷ്യമതിൽ മാത്രമായി. ഏറെ നേരം കഴിഞ്ഞപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഒരു ട്രെയിൻ ചൂളം വിളിച്ചുകൊണ്ട് പാഞ്ഞുപോയി. ആരും കേൾക്കാതെ അർജുനോട് ഊർമിള ചോദിച്ചു, രക്ഷപ്പെടുത്തിയല്ലേ? അപ്പോൾ ഉള്ളിലെ ചിരി അടക്കിക്കൊണ്ട് പിന്നിൽ നിന്നിരുന്ന സർക്കിൾ ഇൻസ്പെക്ടർ കിരണിനോട് അർജുൻ പറഞ്ഞു, ഇപ്പൊ വിളിക്കും ബഹുമാനപ്പെട്ട DIG രമേശ് സാർ. നമ്മൾ സ്പോട്ടിൽ എത്തിയപ്പോഴേക്കും രണ്ടുപേരും കടന്നു കളഞ്ഞു എന്ന് അയാളോട് പറഞ്ഞേക്ക്. ഊർമിള ചിരിച്ചു. പിടിപ്പില്ലാത്ത ഒരു പോലീസ്. ഈ നാട്ടിലെ ജനങ്ങള് പിന്നെ എങ്ങനെ നിങ്ങളെ വിശ്വസിക്കും സർ? ഉത്തരം വീട്ടിലെത്തിയിട്ട് പറഞ്ഞു തരാം ഞാൻ. മര്യാദയ്ക്ക് കയറടി കാറിൽ. ഉത്തരവേ. അപ്പോൾ അർജുനൻ ചിരിച്ചു. യുദ്ധം ജയിച്ച പടനായകന്റെ ചിരി. ഞാൻ സൂര്യപുത്രൻ എന്ന ഈ നോവൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നോവലുമായി നാളെ കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി.